Good evening and welcome to Luna's Comedy Super Night. കുറച്ച് നീട്ടണ്ട. ഇനി പറ സാറേ, എനിക്ക് അഭിനയിക്കാൻ അറിയാം. അടുത്ത പടത്തിൽ ഷുവർ. എന്റെ വാപ്പ കാണടാ. നാളെ സ്കൂളിന് അവധി കിട്ടിയേ. ശനിയാഴ്ച ഞായറാഴ്ച ഇനി നിന്നെ എനിക്ക് ഒട്ടും വേണ്ടടി. ഞാൻ ഈ പരിപാടി വിടൂല, കാരണം എല്ലാ സംവിധായകരും ഇവിടെ വരുമല്ലോ. നേരിട്ട് ചാൻസ് ചോദിക്കാം. ഇപ്പൊ ഒന്ന് കണ്ടോ, പിന്നെ കാണാൻ കിട്ടില്ല. പിള്ളേരെല്ലാം അവിടെ കിടന്ന് കരയുന്നു. ഇതെല്ലാം പുറത്തിറങ്ങിങ്ങനെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ടോ? ഇതോടൊന്ന് തിരിഞ്ഞ് നോക്കുകയായിരുന്നു, ആളെ എടുക്കായിരുന്നു. രണ്ട് പിള്ളേരെ അവിടെ കിടന്ന് പണി കഴിഞ്ഞ് വന്നപ്പോൾ അവൾ അവിടെ ഇല്ലെന്ന്. സത്യം ഇവിടെ ഇല്ല. ഇത് നീലയാ, അവള് നീലയാവാൻ സാധ്യതയില്ല. ആ, നീ ഇവിടെ വന്നിരുന്നേ ഇവിടെ പിള്ളേർ അവിടെ കിടന്ന് കരയുന്നു. നീ ഇവിടെ വന്നിരുന്നാലും എങ്ങനെ അടി? ചേട്ടാ, ഞാൻ ജോലിയെല്ലാം ഒതുക്കിയിട്ടല്ലേ ഇവിടോട്ട് എന്താ ജോലി ഒതുക്കി? എല്ലാ ജോലി ഒതുക്കി പിള്ളേരുടെ കാര്യം എല്ലാം നോക്കിട്ട്. നീ നോക്കും, എനിക്കറിയാം. നീ പിള്ളേർ അവള് നല്ലപോലെ പിള്ളേരെ നോക്കുന്നുള്ള. പിള്ളേരെ നോക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ നോക്കുന്ന കാര്യം ഈ പറയുന്നത് എല്ലാവരും നോക്കുന്ന കാര്യമല്ല. ഒരു ഞാൻ കിണറ്റി വീണപ്പോഴും അവളെന്നെ നോക്കി ഇങ്ങനെ അങ്ങനെ നോക്കുന്ന ആളാണ് അവള്. പിന്നെ ഞാൻ അവള് പിള്ളേരെ നോക്കിന്ന് പറഞ്ഞു. ഇതടി നീ ഇവിടെ എന്തിനാ വന്ന് സിനിമാ നടന്മാരെ കാണാൻ വന്നു? ഈ ചേട്ടാ, പരിപാടി കാണാനും പരിപാടി കാണണ്ട, സിനിമാ നടന്മാരെ കണ്ട നീ എന്താടി സിന്ദൂരൊക്കെ ഇടാൻ? നീ സിന്ദൂരൊക്കെ എന്താടി ഇടാൻ? നീ എവിടെ പോകാനാ? നീ എത്ര ഇടീ കൊഞ്ചു തുള്ളി ചട്ടിയോളം നീ എവിടെ? നീ സിന്ദൂരൊക്കെ എന്താടി ഇടാൻ? ഇങ്ങോട്ട് മാറിക്ക്, ഇങ്ങോട്ട് കയറുന്നു, ഇങ്ങോട്ട്. അതെ, ഇവിടെ ഒരു പ്രോഗ്രാം നടക്കാൻ പോവാണ്. പ്രോഗ്രാം നടന്നു. ഇങ്ങനെ അടിച്ച് ഫിറ്റ് ആയിട്ട് ഇതുപോലെ നമ്മുടെ സ്റ്റേജിലൊന്നും കയറി വരരുത്. ഞാനൊന്നും പറഞ്ഞില്ല. ഇവിടെ സിന്ദൂരൊക്കെ ഇടാത്ത എന്താ? ഇത് ആരാണ് ഇത്? ചേട്ടാ, ഇതെന്റെ ഭർത്താവാ. ഭർത്താവാണോ? അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല പറയുന്നത്. പക്ഷെ അവർക്ക് സിന്ദൂരൊക്കെ ഇടാൻ പറ്റും. എന്താണ് നിങ്ങൾ സിന്ദൂരൊക്കെ ഇട്ടിട്ട്? ഇത് എന്താണ് ചേട്ടാ വിഷയം? സിന്ദൂരൊക്കെ പ്രത്യേകതയുണ്ട്. ഇത് ആരാണ്? ഇതെന്റെ ഭർത്താവാ. അപ്പൊ ഇവിടെ ഈ പരിപാടി ഉള്ളപ്പോ എന്നും വിചാരിക്കും വന്ന് കാണണമെന്നേ. നേരിട്ട് കാണാൻ വന്നു. അതെ അതെ അതെ. അപ്പൊ വണ്ടി വന്നപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നാ കാണാനായിട്ട്. ഇങ്ങനെ പണി കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് എത്താമെന്നാ ഞാൻ വിചാരിച്ചതേ. പക്ഷെ ഇപ്പൊ പണിക്ക് പാതി ഇവിടെ വന്നിരിക്കുക. ഞാൻ വരാത്തില്ല, ഞാൻ വരാൻ താമസിക്കുന്നു പറഞ്ഞ അവള് വന്ന ഇവിടെ വിലസാൻ. ചേട്ടാ, ഇവിടെ വിലസിപ്പിക്കാം. അല്ല, എന്തായാലും നല്ല ചേർച്ച ഞങ്ങള്. പിന്നെ ഞാൻ നേടി കണ്ടോ എന്തോ നിങ്ങളുടെ ചേർത്തെന്ന് പറ. നല്ല ചേർച്ച, അതായത് നമ്മുടെ പാൽപ്പായസത്തില് കുടംപുളി ഇട്ടതിന്റെ അവസ്ഥയായി. എന്നിട്ട് ഞാൻ അവളെ സഹിക്കുക. ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊണ്ടുപോയി ഇവിടെ പൊന്നെ പോലെ നോക്കാം. അങ്ങനെ ആയിട്ട് പോലും പക്ഷെ മനസ്സിലായി. അങ്ങനെ എന്നെയാണ് ഇവിടെ അടിക്കരുത്. നമ്മളൊക്കെ പഠിച്ചേക്കുന്നത് എങ്ങനെയാ? ഭൂമിദേവിയായിട്ട് സ്ത്രീകളെ കാണാൻ. സ്ത്രീകൾക്ക് ഭൂമിദേവിയോളം ക്ഷമയുണ്ടെന്നല്ലേ? തീർച്ചയായിട്ടും ചേട്ടൻ മനസ്സിലാക്കണം. ഭൂമിദേവിയെ പോലെയാണ് നമ്മൾ സ്ത്രീകളെ കാണേണ്ടത്. അവരെ തൊട്ട് വണങ്ങി. അയ്യോ സോറി സാറേ, ഞാൻ ഈ ഭൂമിദേവി എന്ന് കണ്ടോട്ടെ. ഭൂമിദേവിയെ കണ്ടോ? വരം വല്ലതും വേണം ഇപ്പൊ ചോദിക്കണം കേട്ടോ. ഭൂമിദേവിയാ FNDയുടെ വാച്ചും കെട്ടിക്കൊണ്ട് ഭൂമിദേവി. ഇവള് പറഞ്ഞ പോലൊന്നുമല്ല. ഈ ഭൂമിദേവി ഉണ്ടല്ലോ, ഭൂമിദേവി ഞങ്ങൾ കുടിയന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ഭൂമിദേവിയായിട്ട് ബന്ധം. അതെന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ മനസ്സിലാക്കി തരാം. എല്ലാരും മനസ്സിലാക്കാനുള്ള കാര്യം. നമ്മൾ കുടിയന്മാരെ അങ്ങനെ കൊച്ചാക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുതരാം. ഭൂമിദേവി എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ ഭൂമി അതിങ്ങനെ നേരം വെളുത്ത് ഒരു അച്ചുതണ്ടിൽ, വെറും ഒരു അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക രാവിലെ തൊട്ട്. തീർച്ചയായിട്ടും വർഷങ്ങളായി കറങ്ങുന്നു. അതുകൊണ്ട് എന്താ ഞങ്ങൾ എന്റെ ഭൂമിദേവി കറങ്ങുന്നു. അതുകൊണ്ട് ഞങ്ങളും രാവിലെ മുതൽ അപ്പൊ ഭൂമിദേവിയുടെ ആർക്കാ ഇഷ്ടം? ആർക്കാ? ഞങ്ങൾ കുടിയന്മാർക്കല്ലേ? അതെ. ഇനി അത് പോട്ട് ഭൂമിദേവിയെ ഞങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഇത് എത്ര വില കൂടിയ ഷൂ ഇട്ടേക്കുന്നത്? അവിടെ ചെരുപ്പ് കണ്ടോ? മനസ്സിലായോ? ആരെങ്കിലും ഭൂമി തൊട്ട് നടക്കുന്നു? ഞങ്ങളുണ്ടോ നഗ്നപാതര? ഭൂമിയെ സ്പർശിച്ചാൽ ഞങ്ങൾ നടക്കുന്നു. അപ്പോഴും ആർക്കാ? ഞങ്ങൾക്കില്ല സ്നേഹം. അതെ, അത് പോട്ട് ഞങ്ങൾക്ക് സ്നേഹം ഒരുപാട് അങ്ങ് കൂടുമ്പോ ഞങ്ങളുടെ ഭൂമിദേവി ഇങ്ങനെ ഉണർന്നങ്ങ് കിടക്കും. അടിച്ച് ഫിറ്റായിട്ട് ഓടയിലൊക്കെ കിടക്കുന്നു അല്ലേ? അങ്ങനെ അങ്ങ് പുണരും. പിറ്റേ ദിവസം നേരം എടുത്ത് സൂര്യഭഗവാൻ ഇങ്ങനെ പൊങ്ങി വന്ന് എഴുന്നേറ്റേ ചൂടടിക്കുമ്പോ അങ്ങനെ അടിക്കുമ്പോ നമ്മൾ എഴുന്നേക്കുന്ന. അങ്ങനെ സൂര്യഭഗവാൻ വരെ ഞങ്ങളുടെ കമ്പനിയാണ്. അത് ശരി. ഇതെന്തോ ഈ ഭൂമിദേവി എന്ന് പറയും. പിന്നെ സുരജ് സാറേ,
ഞാൻ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നടന്ന മനുഷ്യനാണ്. ആണോ? ഞാൻ ഒറ്റത്തടിയായിട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം. അല്ല, കല്യാണം കഴിച്ചാലല്ലേ നമുക്ക് കുടുംബജീവിതം നമ്മൾ അയ്യോ, അത് ഞാൻ എനിക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് വേണ്ടെന്ന് ഞാൻ അങ്ങ് വെച്ചു. പക്ഷേ എന്റെ അടുത്ത് ചേച്ചിതാണ്ടിരിക്കുന്നു പെണ്ണമ്മ ചേച്ചി. ഈ പെണ്ണമ്മ ചേച്ചിയാണ് ഇതിനെല്ലാം കാരണക്കാരി. പെണ്ണമ്മ ചേച്ചിയാണോ? എന്റെ അടുത്ത് പറയും പെണ്ണമ്മ ചേച്ചി എന്തോ പറയുന്നേ, നീ ഇങ്ങനെ ഒറ്റത്താഴായിട്ട് നടന്നാ പോരടാ, നീ പോയി ഒരു പെണ്ണ് കാണടാ, നീ ഒരു പെണ്ണ് കെട്ടടാ. എന്റെ അടുത്ത് എന്നും പറയും. ഞാൻ പറഞ്ഞു എന്റെ പെണ്ണമ്മ ചേച്ചി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഈ തള്ളയുണ്ടല്ലോ, ഈ പെണ്ണമ്മ, ഇവര് എന്നെ പറഞ്ഞു വിട്ട്, എന്നെ പെണ്ണ് കാണാൻ പറഞ്ഞു വിട്ട്, നിർബന്ധിച്ച് ഇവിടെ വരുന്നു. എന്നെ ചതിച്ച സ്ത്രീ നിങ്ങൾ, ഞാൻ വിടുവോ? പെണ്ണമ്മ ചേച്ചി നിങ്ങൾ പറഞ്ഞിട്ടാണ് ആള് കെട്ടിയത്? ഞാൻ ചെന്ന് കണ്ടപ്പോ എവിടെ പെണ്ണ് കാണാൻ പോകുന്നു, ഞാൻ അങ്ങ് ചെന്ന് കഴിഞ്ഞ് എവിടെ കണ്ടപ്പോ ഞാൻ അങ്ങ് മതി മറന്നു. പിന്നെ കണ്ടാൽ കുഴപ്പമില്ലല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് വേണോ, കെട്ടിക്കൊള്ളാന്നൊക്കെ പറഞ്ഞു. മുഖം പൊത്തരുത്, ഇനിയും ചിരിക്കുക, ഇനി ആരെ വലക്കണമെന്നും പറഞ്ഞു. ഇനി ആരെങ്കിലും ചതിക്കുഴിയിൽ കൊണ്ട് കെട്ടിക്കുമെന്നാണ് ചോദിക്കുന്നത്. ചുന്നിച്ചു നോക്കാൻ. ഓക്കെ, ചേച്ചി എവിടെ ഇരുന്നോ? പെണ്ണമ്മ ചേച്ചി ഇരുന്നോ? പെണ്ണമ്മ ഇതാണമ്മയാ. പെണ്ണമ്മ അങ്ങനെ എന്റെ തലയെ വെച്ച് കെട്ടുന്നു. ചക്കയാണോ ചുന്നിച്ചു നോക്കാൻ? സത്യം പറയോ? പിന്നെ എവിടെ ഉള്ളി, ഈ വെളുപ്പ് മാത്രമേ തൊലി വെളുപ്പ്, ഉള്ളു മൊത്തം കറയാണ്, കറുപ്പാണ്. പെണ്ണമ്മ ചേച്ചിയാണോ ഇത് കൊണ്ട് ഈ ബന്ധം ഉടക്കി വെച്ചു കൊടുത്തത്? വല്ല കാര്യം ഉണ്ടായിരുന്നോ? പക്ഷെ എനിക്ക് തോന്നുന്നു ഇവര് നല്ല മനസ്സുള്ള സ്ത്രീയാണോ. ചേട്ടാ ഇതൊക്കെ പോട്ടെ, കല്യാണം കഴിഞ്ഞ് ഇത്രയും കൊല്ലമായി, 10 കൊല്ലമായി. ചേട്ടൻ കേക്കണേ, ഇതുവരെ എനിക്കൊരു തുരുമ്പിന്റെ കഷ്ണം മനുഷ്യൻ വാങ്ങിച്ചു തന്നിട്ടില്ല. അല്ല, ആഹാരം മാത്രമേ വാങ്ങിച്ചു കൊടുക്കൂ? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വല്ല സ്വർണം? അതെ, ആർക്കായാലും ആഗ്രഹം തോന്നത്തില്ലേ ഡയമണ്ട് വെച്ച് എന്തെങ്കിലും ഒന്ന്? കറക്റ്റ്. ഒരു സ്ത്രീ ആവുമ്പോ എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നും, ഒരു ഇത്തിരി പൊന്ന് അല്ലെങ്കിൽ ഡയമണ്ട് വെച്ചിട്ടുള്ള എന്തെങ്കിലും. ഇതാ വിവാഹ വാർഷികം എന്നാ പറഞ്ഞേ? നാളെ വിവാഹ വാർഷികം, 10ാമത് വിവാഹ വാർഷികം. എന്തെങ്കിലും ഡയമണ്ട് വെച്ചിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാത്ത? സോറി, ഇതാണ് സ്നേഹം. എത്ര കുടിച്ചാലും ആള് ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബന്ധമാണ്, സ്നേഹമാണെന്ന് തിരിച്ചറിവ് ഇദ്ദേഹത്തിനുണ്ട്. ഡയമണ്ട് വെച്ചിട്ടുള്ള എന്തോ മനുഷ്യനാടോ ഡയമണ്ട് വെച്ചിട്ടുള്ള സാധനം എന്ന് പറഞ്ഞിട്ട് ഇത് ഒരു ചീട്ടാണല്ലോ. ഇത് ചീട്ടല്ലേ? ചീട്ടിനകത്ത് നോക്കൂ സാറേ, ഇതിനകത്ത് എത്ര ഡയമണ്ട് ഉണ്ട്? ഇഷ്ടം പോലെ ഡയമണ്ട് ഉണ്ട്. അത് പോരാഞ്ഞ് ക്ലാബറും ഇസ്പേഡും ആടുതലും, പിന്നെ എവിടെ അച്ഛന്റെ മുഖച്ഛായുള്ള ജോക്കർ, അതുകൊണ്ട് 1 അല്ല 3 എണ്ണം. കേൾക്കുന്നുണ്ടോ? എന്താന്ന് പറയും? അല്ല, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചിരിക്കണേ? നിങ്ങളുടെ കോമഡി പരിപാടി ഞാൻ വന്ന് കാണത്തില്ല. എനിക്ക് ചിരിക്കണമെന്ന് തോന്നുമ്പം ഞാൻ വീട്ടിൽ പോയി എന്റെ അമ്മായിപ്പന്റെ മുഖത്തോട് നോക്കിയിട്ട് ആവശ്യത്തിന് ചിരിച്ചിട്ട് ഞാൻ അതെന്തിനാ? അമ്മായിയപ്പന് എന്താ കുഴപ്പം? നല്ല സീരിയസ് ആയിട്ടുള്ള മനുഷ്യനല്ലേ? അങ്ങനെ നല്ല മനുഷ്യൻ. ഞാൻ നാട്ടുകാരെന്തോ പാടുന്നറിയാം അദ്ദേഹത്തെ കാണുമ്പോ. മരഞ്ചാടി നടന്നൊരു കുരങ്ങൻ മനുഷ്യന്റെ കുപ്പായമണിഞ്ഞു, അങ്ങനെ നാട്ടുകാർ പാടുന്ന കേട്ടാ ചിരിക്കത്തില്ലേ? ഈ പീലിപ്പോസിനെ അറിയത്തില്ല. പഴയ പീലിപ്പോസിനെ കുറിച്ച് അറിയണമെങ്കിൽ നീ കൊല്ലത്ത് മാർക്കറ്റിൽ ചെന്ന് അന്വേഷിച്ച് നോക്കണം. അവിടെ ഉള്ളവർ പറയും ഈ പീലിപ്പോസിന്റെ വീരഗാഥകളും കേട്ടോ. അതൊക്കെ പണ്ട് പീലിപ്പോസ്, അത് പണ്ട്. ഇപ്പൊ പീലിയെല്ലാം പൊഴിഞ്ഞ് വെറും പോസ് മാത്രമേ ഉള്ളൂ. വെറും പോസ്. എന്റെ സുരാജ് സാറേ, എന്റെ മോളുടെ ജീവിതം തുലച്ചവനായവൻ. എന്റെ മോക്ക് എപ്പോഴും സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ കാറിൽ എന്ന് കെട്ടിക്കൊണ്ട് പോയോ അതോടെ തീർന്നു. ഇല്ലെങ്കിൽ എന്റെ മോള് നല്ലൊരു സിനിമാടി ആവട്ടെ സാർ. ചേട്ടാ, നല്ല തൊലിവെളുപ്പൊക്കെ ഉണ്ട്, അത്യാവശ്യം അഭിനയിക്കാൻ പ്രാപ്തിയുള്ള കക്ഷിയാന്ന് തോന്നുന്നു. നിങ്ങൾ എന്താ സിനിമയിൽ വിടാത്ത? സിനിമയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പയ്യന്മാർക്കൊന്നും മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ സമയം കാണത്തില്ല. അതുകൊണ്ടാണ്. അത് പോട്ടെ, ഏവൊക്കെ ഈ നടിയാവാൻ വലിയ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു, സിനിമയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ സിനിമ പ്രാന്ത് ഇദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹം സ്വന്തമായിട്ടൊരു തിയേറ്റർ കെട്ടിക്കൊടുത്ത കക്ഷിയാണ്. സ്വന്തമായിട്ട് തിയേറ്റർ കെട്ടിക്കൊടുത്തോ? അതെ. അല്ല, അത് മനസ്സിലായില്ല, എന്തായിരുന്നു സംഭവം? അത് ഞാൻ പറയാം. ഇദ്ദേഹം നമ്മുടെ MGRന്റെ ഭയങ്കര ആരാധകനാണ്.
ഇദ്ദേഹം ഒരു ദിവസം സിനിമ കൂട്ടത്തിൽ എല്ലാ പടവും കാണും. സിനിമ ഭയങ്കര സ്നേഹമാണ്. തറ ടിക്കറ്റ് എടുക്കട്ടെ അന്ന് തറ ടിക്കറ്റ് വന്നിരുന്നു ഫ്രണ്ടിലിരിക്കും ആദ്യം കാണാൻ വേണ്ടി. ആദ്യം കാണാനായിട്ട് പുള്ളിയുടെ വേണ്ടി ഇങ്ങനെ മേലോട്ട് നോക്കി. അപ്പൊ എംജിആറിനെ കുത്താനായിട്ട് ഒരു 5-6 എണ്ണം ഇങ്ങനെ നിരന്ന് നിൽക്കുക, പുറത്ത് നിൽക്കുക. അപ്പൊ എംജിആർ അവിടെ നിൽക്കുന്നു, ഇവിടെ ആൾക്കാർ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക. അപ്പൊ അങ്ങനെ അപ്പം നോക്കിയപ്പോ ഇങ്ങനെ ഇരിക്കുമല്ലോ, പുള്ളിയുടെ ഭയങ്കര ആരാധകനാണ്. ഇപ്പൊ കുത്ത്, പക്ഷെ നമ്മുടെ എംജിആറിന്റെ കയ്യിൽ ഒരു പുഷ്പം പോലും ഇല്ല, എറിയാൻ പോലും. അങ്ങനെ നിസ്സഹായം നിൽക്കുന്ന അവസ്ഥയിൽ ഇദ്ദേഹം ചാടി എഴുന്നേറ്റ് പിച്ചാത്തിഞ്ഞടുത്ത് ഈ 4 എണ്ണത്തിന് ഓരോ കുത്തം രക്ഷപ്പെടുത്തുക ആരാധകനെ. അപ്പൊ സ്ക്രീനല്ലേ കീറിപ്പോയത്? 5-6 കീറി നിന്ന് കത്തി വിടുവോ? അവര് പറഞ്ഞു, എടാ തിയേറ്റർ ഉണ്ടാക്കി തന്നെ നീ ഇനി പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തിയേറ്റർ കെട്ടിക്കൊടുത്തു. അങ്ങനെ കെട്ടിക്കൊടുത്തു. എന്റെ സുരാജ് സാറേ, നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് കുടിക്കല്ലെന്നൊന്നും. അതെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അതായത് കുടിക്കരുത്. മദ്യം നമ്മുടെ ശത്രുവാണ്. അതിനെ ഉപേക്ഷിക്കണം ഒരിക്കലും. പിന്നെ മദ്യം നമ്മളിങ്ങനെ ഡെയിലി കഴിക്കുക, അതൊക്കെ ശരീരത്തിന് ഒരുപാട് ദോഷമാണ്. അതുകൊണ്ട് മദ്യം വർജിക്കണം. മദ്യം നമ്മുടെ ശത്രുവാണ്. എന്റെ സുരാജ് സാറേ, ഞാൻ ദൈവത്തെ സത്യക്രിസ്ത്യാനിയാണ്, കണ്ടോ? മനസ്സിലായോ? ഞാൻ ദൈവത്തെ ധിക്കരിച്ചു. എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കുന്നവനാണ്, മനസ്സിലായോ? എന്റെ ദൈവം ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് ശത്രുക്കളെ സ്നേഹിക്കുക. എനിക്ക് എന്റെ ശത്രുവിനെ സ്നേഹിച്ചേ പറ്റത്തുള്ളൂ. എന്റെ ദൈവത്തിന്റെ പാതയെ ഞാൻ പോകാനായിട്ട് ഞാൻ ശത്രുവിനെ സ്നേഹിക്കും. ഇന്ന് ഇവിടെ വെച്ചൊരു തീരുമാനമെടുക്കണം. ഇനി മേലിൽ ഞാൻ മദ്യപിക്കില്ല. ശരി, ഒരു തീരുമാനം കണ്ടാടി. തീരുമാനം എടുക്ക്. ഒരു തീരുമാനം എടുത്തേക്കാം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തീരുമാനം എടുക്കാം. പക്ഷെ നമുക്ക് ഈ ഉറച്ച ഒരു തീരുമാനം, ഉറച്ചൊരു മനസ്സ് വേണ്ടേ? ഉറച്ച തീരുമാനം എടുക്കണം. അപ്പൊ ഈ ഉറച്ച ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് 290 അടിക്കാം. തീരുമാനം എടുക്കാനും താങ്കൾക്ക് മദ്യം വേണോ? അങ്ങനെ എന്നെ വിട്, ഒരു സിനിമാ താരം എന്നുള്ളതെല്ലാം വിട്. എന്റെ ഒരു ബ്രദറിന്റെ നിങ്ങളുടെ ഒരു കൊച്ചനുജൻ പറയുന്നതായിട്ട് കേട്ടാ മതി. ഇന്ന് മുതൽ മദ്യപിക്കരുത്, മദ്യപിക്കരുത് പ്ലീസ്. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കൂ. ഇല്ല, കുടുംബത്തിന് നല്ലതാണ്. അതല്ല, അങ്ങനെ ഞാൻ നിർത്തി എന്റെ അമ്മയ്ക്ക് കോംപ്ലക്സ് ആവും. അമ്മയ്ക്ക് കോംപ്ലക്സ്? അതെന്താ? ഞാൻ പറയട്ടെ സുരാജ്, സുരാജിന്റെ അമ്മയെ സുരാജ് എങ്ങനെയാ കാണുന്നത്? അയ്യോ, ഞാൻ ദൈവത്തെ പോലെയാണ്. കാല് തൊട്ട് തൊഴുതിട്ട് മാത്രമേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ ആയാലും. കാര്യം എല്ലാത്തിനും നന്ദി. ആദ്യം ഈ പ്രപഞ്ചം കാണാൻ നമുക്ക് അനുമതി തന്ന അമ്മയോടാണ് എല്ലാവരും താങ്ക്സ് പറയേണ്ടത്. അമ്മ എനിക്ക് അത്ര ഇഷ്ടമാണ്. ആ അമ്മയ്ക്ക് കോംപ്ലക്സ് വരുന്നത് ചെയ്യാൻ പറ്റൂ? അത് പറ്റില്ല. എന്താ കോംപ്ലക്സ് വരാൻ കാരണം? കോംപ്ലക്സ് വരാൻ കാരണം പറഞ്ഞാൽ കഴിഞ്ഞ 30 വർഷമായിട്ട് എന്റെ അമ്മ എന്നോട് പറയുക, കള്ളുകൂടി നിർത്തരാന്ന്. അപ്പോ ഞാൻ അത് കേൾക്കാതെ ഇന്ന് കണ്ട സുരാജ് സാറ് പറഞ്ഞു ഞാൻ നിർത്തിയ എന്റെ അമ്മയ്ക്ക് കോംപ്ലക്സ് ആവത്തില്ല. എന്റെ അമ്മ തോക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അമ്മയ്ക്ക് കോംപ്ലക്സ്. ശരി, ഇങ്ങോട്ട് മാറിയെന്നേ. ഒരൊറ്റ വഴിയേ ഉള്ളൂ, കള്ളുകൂടി നിർത്താം. ആർക്കെങ്കിലും ഒരുപാട് കള്ളു കുടിക്കണമെന്ന് തോന്നുന്നപ്പോ ഭർത്താക്കന്മാരോ സഹോദരന്മാരോ അമ്മാവന്മാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരൊറ്റ വഴിയുണ്ട്. മദ്യപാനി അറിയാതെ മദ്യപാനം നിർത്തുന്ന ഒരു പുതിയ ഐഡിയ ഉണ്ട്. മദ്യപാനി അറിയാതെ മദ്യപാനം നിർത്തുന്ന ഒരു ഐഡിയ ഉണ്ട്. ആർക്കെങ്കിലും സമീപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ തിരുവനന്തപുരത്ത് തന്നെ അതിൻ്റെ ഒരു ഷോപ്പുണ്ട്. ഷോപ്പല്ല, ഒരു വലിയ പ്രസ്ഥാനം തന്നെയുണ്ട്. മദ്യപാനി അറിയാതെ മദ്യപാനം നിർത്താം. അല്ല സാറേ, എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ചോദിച്ചോളൂ. ഈ മദ്യപാനം നിർത്തിയ കാര്യം മദ്യപാനി അറിയുന്നില്ലല്ലോ? ഇല്ല, അറിയുന്നില്ല. ഈ പുള്ളി പിന്നും പോയി കുടിച്ചാലോ? ഇതാരാന്ന് പറഞ്ഞ അച്ഛനാണോ? ഞാൻ തല്ലി കൊല്ലുന്നതിന് മുമ്പ് എങ്ങോട്ടെങ്കിലും വിളിച്ചോണ്ട് പോകും. കഷ്ടം തന്നെ. ഞാൻ പറയും, നിങ്ങൾ ഇപ്പൊ ഇതൊന്ന് മാറിത്തരാവും. ഒരുപാട് ഗസ്റ്റുകൾ. ഞാൻ മാറാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ കൊണ്ടേ പോയി. ഇവിടെ ഇനി ഇവിടെ പിള്ളേരെന്നെ സാറേ. അല്ല, ഞാൻ ഒന്ന് മാറിത്തരും. ഇവിടെ ഗസ്റ്റുകൾ പരിപാടി തുടങ്ങട്ടെ. ഞാൻ മാറത്തില്ല. ഞാൻ ഇവിടെ അല്ലേ ഇവിടെ പറയണം. എൻ്റെ ഉള്ളിൽ മോളിച്ചേരിയോടെ ഫ്രണ്ടിൽ പോയിട്ട് ഞാൻ എന്താ വരുന്ന അപ്പനും പോയിരുന്നു. എനിക്കൊരു വിഷയം. അല്ല സാറേ, എന്ത് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിട്ടെ? അവിടെ ഒരു വണ്ടി മറിഞ്ഞ് കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോ പോയതാ. അല്ല, വണ്ടി മറിഞ്ഞ ഓടേണ്ട കാര്യം എന്താ? അല്ല, ഈ ബിവറേജിൽ കൊണ്ടുവന്ന സാധനം കൊണ്ടുവന്ന വണ്ടി മറിഞ്ഞു, കുറെ പൊട്ടി താഴെ കിടക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ ഓടിപ്പോയി അടിക്കാൻ. അത് ശരി. അടിപൊളി. താങ്ക് യു. ശരി. അപ്പൊ എവിടെ നമുക്ക് ആ പ്രോഗ്രാം തുടങ്ങാം. അശ്വതി, അനൂപ്, റെഡി? തുടങ്ങിക്കോ. നമസ്കാരം, ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേനൽ അവധിയെല്ലാം കഴിഞ്ഞ് പിള്ളേരെ ഒരുക്കി സ്കൂളിൽ കൊണ്ടുപോയി, ഇല്ലെങ്കിൽ സ്കൂളിൽ ചെന്നതിന് ശേഷം പിള്ളേർക്ക് പുതിയ പിന്നെ സുഹൃത്തുക്കളെയൊക്കെ കിട്ടി. ആ വിശേഷങ്ങൾ വൈകുന്നേരം എത്തി പിന്നെ മാതാപിതാക്കളോടൊക്കെ സംസാരിച്ച് ആ തിരക്കിനിടയിലും നമ്മുടെ ഈ കോമഡി സൂപ്പർ നൈറ്റ് കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുകയാണ്.
കാര്യം എന്തൊക്കെ പറഞ്ഞാലും സുരാജ് ചേട്ടാ ഈ മധ്യവേനൽ അവധി എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയാണ്. അതെ, മധ്യവേനൽ അവധി എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവം തന്നെയാണ്. കാരണം അതൊക്കെ പണ്ടാണ് ശരിക്കും വലിയ സംഭവമായിട്ട് തോന്നുന്നത്. ഇപ്പം നമ്മളൊക്കെ നേരത്തെയൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് അവധി 2 മാസത്തെ അവധി എന്ന് പറയുമ്പോൾ നമ്മൾ തുള്ളിച്ചാടും. സ്കൂൾ അടച്ചിട്ട് വേണം പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ എന്നൊക്കെ നമ്മളുടെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവധി നേരെ എടുത്തിട്ട് ഒരു 5 ദിവസം പല ബന്ധുക്കളുടെ വീട്ടിലും പോകും. ചേച്ചിയുടെ അവിടെ, കുഞ്ഞുമ്മയുടെ അവിടെ, അമ്മമ്മയുടെ അവിടെ, വലിയമ്മയുടെ അവിടെ, എല്ലാ സ്ഥലത്തും പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ നിന്ന് അവിടുത്തെ അറ്റ്മോസ്ഫിയറുമായിട്ടൊക്കെ ഒന്ന് കറങ്ങി ഒരു 5 ദിവസം അവിടെ നിന്നിട്ട് തിരിച്ചു പോകുമ്പോ എന്തായാലും നിക്കറിന്റെ തുണിയോ ഇല്ലെങ്കിൽ ഷർട്ടിന്റെ തുണിയോ ഒക്കെ കിട്ടും അല്ലേ? പൈസ ഒക്കെ കിട്ടും. സത്യമാണ്. ആ ചേച്ചി ചിരിക്കുന്നുണ്ട് അറിയാം. ചേച്ചി കുറെ പാവാട തുണി കിട്ടിക്കാണ്. അങ്ങനെ എനിക്ക് അങ്ങനെ കിട്ടും. അങ്ങനെ ലാസ്റ്റ് ഒക്കെ ചില കുഞ്ഞമ്മമാരൊന്നും ചിലപ്പോ തരില്ല, കാശില്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. എന്നാലും ഞാൻ അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങും. കുഞ്ഞമ്മ പോട്ടാ, ആ ശരി മക്കളെ. ഇതുവരെ പോയില്ലേ? അല്ല പോണം കുഞ്ഞമ്മ, ഒരു പക്ഷേ ഇനി ഞാൻ ബസ് ഇറങ്ങിയിട്ടേ എനിക്ക് വിശക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ പിന്നെ 10 രൂപ എങ്ങാനും തരും. അതിനെ കൊണ്ടുവന്ന് വെറോട്ട ഇറച്ചിയൊക്കെ വാങ്ങിച്ച് തിന്നിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് അത്രയും സ്നേഹബന്ധം, അതായത് പരസ്പരം ബന്ധുക്കളെ മനസ്സിലാക്കാനും പിന്നെ ചുറ്റുവട്ടം മനസ്സിലാക്കാനും പുതിയ സ്ഥലങ്ങൾ മനസ്സിലാക്കാനൊക്കെ നമുക്ക് സാധിച്ചിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും ഇല്ല. സുരാജേട്ടൻ ഒരു കാര്യം അറിയാം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ അത്രയും പൊതു അവധികളുള്ള വേറെ ഒരു രാജ്യവും ഇല്ല. തീർച്ചയായിട്ടും ആ അവധിക്ക് പുറമെ ക്യാഷ്വൽ ലീവ്, പിന്നെ തൊട്ടടുത്ത ആണെങ്കിലും മരണം നടക്കുകയാണ്, അയ്യോ ഇന്ന് വരാൻ പറ്റില്ല വിളിച്ച് പറയാം, അതിനവധി. പിന്നെ അതുപോലെ തന്നെ വീട് പാലിയാച്ച് 16 അടിയന്തരം എന്ന് വേണ്ട സകലത്തിനും നമ്മൾ അവധിയെടുക്കും അല്ലേ? സുരാജേട്ടൻ ഇതുപോലെ ഇഷ്ടം പോലെ ലീവ് എടുത്തിട്ടുള്ള ആളായിരിക്കും, കണ്ടറിയാം. സ്കൂളിൽ പഠിക്കുന്ന ടൈമിന് ഒരുപാട് അവധി എടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അവധി എടുത്തിട്ടില്ലേ? പക്ഷെ പിന്നെ എനിക്ക് തോന്നുന്നു പെൺകുട്ടികളൊക്കെ അവധി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അച്ഛനുമൊക്കെ അറിയാം, ചാടി എങ്ങും പോകില്ല. നമ്മളൊക്കെ അവധി എടുക്കുന്നത് സിനിമയ്ക്കോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കുസൃതി തരങ്ങളൊക്കെ ഒപ്പിക്കാൻ വേണ്ടി ഒരുപാട് ലീവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വീട്ടിൽ അറിയാതുള്ള ലീവാണെങ്കിൽ അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ട് വരാൻ പറയും അല്ലേ? എൻ്റെ അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ട് വരാൻ. എൻ്റെ അച്ഛൻ മിലിറ്ററിയിലായിരുന്നു, അന്ന് അവിടെ ഇല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈം. അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ ഈ അവധി എടുക്കുമ്പോൾ അമ്മയെ വിളിച്ചുകൊണ്ട് വരണമല്ലോ. അമ്മ വിളിച്ചുകൊണ്ട് വരുമ്പോൾ നാട്ടുകാരെല്ലാവരും ചോദിക്കുന്നത് വിലാസിനി അമ്മ എന്ന അമ്മയുടെ പേര്. വിലാസിനി ഇപ്പൊ സ്കൂളിൽ പഠിച്ചു തുടങ്ങിയോ? എനിക്ക് ഞാൻ പോകുന്നതിനേക്കാൾ കൂടുതൽ അമ്മ അവിടെ സ്കൂളിൽ വന്നിട്ടുണ്ട്. അതേ ഇനി ടീച്ചറായിട്ട് ജോലി കിട്ടിയോ? പിന്നെ ഡെയിലി സ്കൂളിൽ പോടാണ്. ഇല്ല മോനെങ്കിലും പോയില്ല. അങ്ങനെ നല്ല കാലമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഈ സ്കൂളിൽ വീട്ടിലറിയാതെ എടുക്കുമ്പോൾ നമ്മൾ അവധി എടുക്കുകയാണെങ്കിൽ ലെറ്റർ തയ്യാറാക്കുന്ന ഒരു സംവിധാനമുണ്ട് അല്ലേ? അമ്മ അറിയാതെ ഞാൻ എവിടെയെങ്കിലും ചാടിപ്പോയ അമ്മ എനിക്ക് ലെറ്റർ എഴുതി തരൂല. അപ്പൊ സ്വന്തമായിട്ട് ഞാൻ ലീവ് ലെറ്റർ എഴുതി, സ്വന്തമായിട്ട് ലീവ് ലെറ്റർ എഴുതി സാറിന്റെ കൈ കൊണ്ട് കൊടുത്തപ്പോ സാർ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, ഓക്കെ ഇനി മേലിൽ ആവർത്തിക്കരുത്, നീ ഇരുന്നോന്ന് പറഞ്ഞു. ചിരിച്ച വേറൊന്നുമല്ല, ലെറ്റർ ഞാനാണ് തയ്യാറാക്കിയത്. എനിക്ക് ലീവ് ലെറ്റർ എങ്ങനെ എഴുതണമെന്ന് അറിയില്ല. ആകെ കൂടി എഴുത്ത് കണ്ടിട്ടുള്ളത് അമ്മ അച്ഛൻ എഴുതുന്ന ലെറ്റർ. അങ്ങനെ അമ്മ അറിയാതെ ഞാൻ പെട്ടെന്ന് ആ ലെറ്റർ ഇങ്ങനെ എടുത്ത് നോക്കി. അപ്പൊ ആദ്യം അവസാനവും വായിച്ചു. പെട്ടെന്ന് അമ്മ ഒരെണ്ണോട്ട് ചുരുട്ടി അങ്ങിട്ടിട്ട് നേരെ രാത്രി ഇരുന്ന് ഞാൻ ലെറ്റർ എഴുതി. ലെറ്ററിന്റെ ഉള്ളടക്കം ഇതാണ്: എത്രയും സ്നേഹം നിറഞ്ഞ എന്റെ സ്വന്തം മണികണ്ഠൻ സാറ് അറിയുന്നത്, എന്റെ മകൻ സുരാജ് പനി കാരണം ഇന്നലെ ക്ലാസ്സിൽ ഹാജരാകാൻ സാധിച്ചില്ല. അവനെ ക്ലാസ്സിൽ കയറ്റി ഇരുത്തണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഈ ലെറ്ററിന് മറുപടി ഉടൻ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് സ്വന്തം വിലാസിനി. അങ്ങനെ എഴുതി കൊടുത്ത് ഭയങ്കര പ്രശ്നമായി. അതിനാ പുള്ളി ചിരിച്ചത്. കാര്യം അച്ഛൻ എഴുതി കൊടുത്തു. പിന്നെ അങ്ങോട്ട് ബാക്കിയൊന്നും എഴുതില്ല. ചില ലെറ്ററിലൊക്കെ ഉമ്മയൊക്കെ ഉണ്ടായി പലതില്ലേ, അറിയാതെ എഴുതി കൊടുത്തു. എന്റെ അമ്മ ഇത് കേൾക്കണമെങ്കിൽ അന്ന് വീട്ടിൽ നിന്ന് പുറത്തു. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ രീതിയിലൊക്കെ ലെറ്ററൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്, എന്നെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ലീവ് എടുക്കുന്ന കാര്യം വേറെ, നമ്മള് പറയുന്ന കാര്യം വേറെ, ലെറ്ററിൽ എഴുതുന്ന കാര്യം വേറെ ആയിരിക്കും. ഇതുപോലെ എന്റെ ഒരു സുഹൃത്തുണ്ട് റെജിമോൻ. പിന്നെ ആള് എന്റെ കൂട്ടത്തിൽ തന്നെ ലീവ് എടുക്കും. കാര്യം നമ്മൾ ഒരുമിച്ചാണ് സൈക്കിൾ പഠിക്കാനും സിനിമയ്ക്കൊക്കെ പോകുന്നത്. അപ്പൊ അവൻ പറയുന്നത് പറഞ്ഞാൽ അമ്മൂമ്മ മരിച്ചുപോയി എന്ന് പറയും. അപ്പൊ സാറ് ചോദിച്ചു, റെജി നീ എന്താ വൈകിയത്, എന്താ ഇന്നലെ വരാത്ത? ഇല്ല സാർ അമ്മൂമ്മ മരിച്ചുപോയി. ഹേയ് കഴിഞ്ഞ മാസം ഈ അമ്മൂമ്മയിലടാ മരിച്ചത്. എന്ത് ചെയ്യാ, ആ കളവിക്ക് ഇത് തന്നെ പണി. അങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എത്രയൊക്കെ ആയാലും ആള് നന്നായിട്ട് പഠിക്കും. ഞാനും പഠിച്ചിരുന്നു. ആൾക്കിപ്പോ പഠിച്ച് നല്ല സർക്കാർ ജോലി കിട്ടി നമ്മുടെ റെജിമോന്. അതാണ് അന്ന് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ കുറച്ച് ഉഴപ്പിയൊക്കെ നടന്നാലും പിന്നീട് പുള്ളി നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കും. സർക്കാർ ജോലി കിട്ടിയില്ലേ? സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കണം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിശ്രമവും അല്ലേ? അത് സർക്കാർ ജോലിക്ക് മാത്രമേ ഉള്ളൂ. സുരാജ് ചേട്ടാ, അധികം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, പക്ഷെ ഞാനൊരു സംഗതി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? നമ്മുടെ ഈ കലണ്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഒട്ടുമിക്ക എല്ലാ മഹാന്മാരും ജനിച്ചിട്ടുള്ളതോ മരിച്ചിട്ടുള്ളതോ ഈ അവധി ദിവസം നോക്കിയാ. എന്റെ പൊന്നെ അശ്വതി, ഇതിനെ ഇത്രയും പെട്ടെന്ന് അവധിയെടുത്ത് വല്ല ദുബായിലെങ്ങാനും പറഞ്ഞു വിട്. കേരളത്തിൽ നിൽക്കേണ്ട ആളല്ല എന്റെ അശ്വതി. അത് അവധി ദിവസം ജനിച്ചതല്ല, അവര് ജനിച്ച ദിവസം അവധിയാക്കി തന്നതാണ്. എന്റെ
ഞാൻ അത് തന്നെ ഉദ്ദേശിച്ചത്. നമ്മൾ ഈ കുട്ടിക്കാലത്ത് നമുക്ക് ഈ കലണ്ടറിൽ നിറച്ച് ഇതുപോലെ ചുമന്ന അക്കങ്ങൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? അതെ, പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ചുവന്ന അക്ഷരങ്ങൾ വരുന്നത് സന്തോഷമാണ്. പിന്നെ നമ്മൾ ഏറ്റവും ദൈവത്തെ പോലെ കാണുന്നത്, വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ദൈവത്തെ പോലെ കാണുന്ന ഒരാളെയാണ്. ആരെയാണ്? അച്ഛനും അമ്മയൊന്നും അല്ല, ജില്ലാ കളക്ടറെ അല്ലേ? ജില്ലാ കളക്ടറെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം സ്കൂളിന് അവധി കിട്ടുമല്ലോ കുട്ടികളായിരിക്കും. വെള്ളപ്പൊക്കം വരുമ്പോ അവധി കിട്ടും. ഈ വെള്ളപ്പൊക്ക സമയത്ത് റേഡിയോ അനൗൺസ്മെന്റ് ഉണ്ട്. ആള് റേഡിയോ അനൗൺസർ ആയിരുന്നു, ആർജയാണ് ദുബായിൽ. അതെങ്ങനെയായിരിക്കും അനൗൺസ് ചെയ്യുന്നത്? ചേട്ടാ, ദുബായിൽ വെള്ളപ്പൊക്കം ഇല്ലല്ലോ, അവിടെ കളക്ടറും ഇല്ല. അത് ശരിയാണല്ലോ. അപ്പൊ ഇവിടെയാണ് ഇപ്പൊ വെള്ളപ്പൊക്കം. അങ്ങനെ സാധാരണ ഒരു അനൗൺസ്മെന്റ് ഉണ്ടല്ലോ, സ്കൂളിനൊക്കെ അവധി കൊടുക്കുന്ന അനൗൺസ് ഒന്ന് പറഞ്ഞേ. ശ്രമിക്കാവേ. 2 ദിവസമായി പെയ്തുകൊണ്ടിരിക്കുന്ന കനത്ത പേമാരിയെ തുടർന്ന് എറണാകുളം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. അതുകൊണ്ട് പ്രൊഫഷണൽ വിദ്യാലയങ്ങൾ ഒഴികെയുള്ള മറ്റെല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ മഴയാണെങ്കിൽ പ്രൊഫഷണൽ കോളേജിന് മാത്രം അവധി കൊടുക്കില്ല. എന്താ? അവര് നീന്തൽ വിദഗ്ധന്മാരായതുകൊണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ശ്രദ്ധിച്ചിട്ടുണ്ട് അനൗൺസ്മെന്റ്. ബാക്കി എല്ലാവർക്കും അവധി, പ്രൊഫഷണൽ കോളേജ് മാത്രം അവധി കൊടുക്കൂല. അവരെങ്ങനെയും ഓടി രക്ഷപ്പെട്ടു, നല്ല നീന്തൽ വിദഗ്ധനായിരിക്കും. ചേട്ടൻ ഈ വെള്ളപ്പൊക്കമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഉണ്ടല്ലോ. ഈ നമ്മുടെ ഒരു കണക്ക് മാഷുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, എന്റെ ക്ലാസ് ടീച്ചർ മണികണ്ഠ സാറ്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ പിള്ളേരെ വാരിയിട്ട് അങ്ങ് തല്ലും. കാര്യം വെച്ചാൽ അത്രയും കുരുത്തക്കേട് കാണിക്കുന്നവരാണ് തല്ലണം. അങ്ങനെ ഇതേ ഒരു പേടി സ്വപ്നമാണ്. പെട്ടെന്നാണ് അവിടെ മഴ പെയ്തപ്പോൾ അവിടെ സ്കൂളിൻ്റെ അടുത്തൊരു കുളമുണ്ട്. സാറ് നടന്നു പോയ വഴിക്ക് ആ കുളത്തിലായിപ്പോയി. കള ഇങ്ങനെ കൈയിട്ടടിക്കുന്നു. 3-4 പയ്യന്മാര് കുട്ടികൾ ഇത് കണ്ടിട്ട് ആർത്ത് എന്തോ വിളിച്ചുകൊണ്ട് ഓടി. എന്തായിരിക്കും അവർ വിളിച്ചുകൊണ്ട് ഓടിയത്? കണക്കുമാഷ് വെള്ളത്തിൽ വീണേ ഓടിവായോ? അല്ല, നാളെ സ്കൂളിന് അവധി കിട്ടിയേ. പിള്ളേരായിരിക്കുമ്പോ അത്രേ ഉള്ളൂ. മാഷിനെ രക്ഷപ്പെടുത്തല്ലേ, എങ്ങനെയെങ്കിലും മുങ്ങി തീർന്നാ മതി. അതെ, എങ്ങനെയെങ്കിലും ഒരു അവധി കിട്ടിയാൽ മതി എന്നാണ് കുട്ടികൾ വിചാരിക്കും. ഇപ്പൊ നമ്മൾ തന്നെ ഒരു ഞായറാഴ്ച വരാൻ, ഇപ്പോ ഗൾഫിലുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു വെള്ളിയാഴ്ച വരാൻ നോക്കിയിരിക്കില്ലേ? ശരിയാണ്. പ്രവാസികൾ ഒരാഴ്ച മുഴുവൻ ജോലി ചെയ്തിട്ട് വെള്ളിയാഴ്ച ഒരു ദിവസം കിട്ടും, അവർ നന്നായിട്ട് കിടന്നുറങ്ങും. പക്ഷെ ഇവിടെ ഞായറാഴ്ച പലരുടെയും ഉറക്കം കെടുത്തും. ചില ആൾക്കാർ അവധി കിട്ടിയാലും ഉറക്കം കെടുത്തും. ഞായറാഴ്ച ദിവസമല്ലേ, ചില ആൾക്കാർക്ക് കള്ളൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ വിഷയമാണ്. പിന്നെ അവരെല്ലാവരും ഈ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓരോ ആഴ്ചയിൽ ഇല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഓരോ ദിവസത്തിനും പല എക്സ്പ്രഷനാണ്. അത് ഞാൻ കാണിച്ചു തരാം. തിങ്കളാഴ്ച ഇങ്ങനെ ആയിരിക്കും, ചൊവ്വാഴ്ച കുറച്ചുകൂടി എനർജി ആവും, ബുധനാഴ്ച വ്യാഴാഴ്ച ഹലോ, വെള്ളിയാഴ്ച ശരി ശരി, ശനിയാഴ്ച, ഞായറാഴ്ച വീണ്ടും തിങ്കളാഴ്ച ആകുമ്പോ ഇതിന്റെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. പിന്നെ എപ്പോഴും കുടിയന്മാർ പ്രാർത്ഥിക്കുന്നത് പിന്നെ 1-ാം തീയതി ഒരിക്കലും ഹർത്താലും ഒന്നും വരില്ലേ എന്നാണ്. കാര്യം 1-ാം തീയതി ആകുമ്പോ അടിക്കാൻ പറ്റില്ല, ബീവറേജ് അവധിയല്ലേ. ശരി കേട്ടോ ചേട്ടാ, ഈ ഇന്ത്യ മഹാരാജ്യത്തില് ഹർത്താലിന് അവധിയുള്ള ഒരേ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കേരള. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും കണ്ട് അനുഭവിച്ചതാണ്. നമ്മുടെ സദ്ദാം ഹുസൈൻ മരിച്ചപ്പോൾ ലോകത്തിൽ വച്ച് ഹർത്താൽ ആചരിച്ചത് മലയാളികൾ, കേരളം മാത്രമാണ്, ഇല്ലേ? എന്തൊന്ന് ആലോചിച്ച് നോക്ക്. ഇറാഖിൽ പോലും ഹർത്താൽ നടത്തിയിട്ടില്ല. എവിടെയോ ഒരാൾ മരിച്ചപ്പോൾ ഇവിടെ ഹർത്താൽ നടത്തി. അതാണ് നമ്മുടെ എന്താ ഒരു ഹർത്താലിനോടുള്ള ഒരു അഭിനിവേശം. ഇതിനെ അടിക്കാനാ ഹർത്താൽ, ഇന്നിപ്പോ അങ്ങ് വിളിക്കാം. അതാണ് നമ്മുടെ മലയാളികൾ. ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാവരും അവധികൾ ആഘോഷമാക്കുന്നവരാണ്. അതെ, ഇന്ന് അവധി കിട്ടിയോണ്ടല്ലേ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നത്, അല്ലേ? ഈ അവധി ഇപ്പം നമുക്ക് ആഘോഷമാക്കാം. തൽക്കാലം ഇതിനൊരു അവധി കൊടുത്തിട്ട് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആരാന്ന് നിങ്ങൾക്ക് അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഗസ്റ്റ് മറ്റാരുമല്ല, പറഞ്ഞോളൂ. മലയാളികളുടെ വളരെ പ്രിയങ്കരനായ ഒരു സംവിധായകനാണ് ഇന്ന് നമ്മുടെ വേദിയിലേക്ക് അതിഥിയായി എത്തുന്നത്. തീർച്ചയായിട്ടും താടിയുണ്ട്. ഇപ്പൊ നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന നിർണായകം എന്ന ആസിഫ് അലി നായകനായി എത്തുന്ന ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ VK പ്രകാശ്. ും
നമസ്തേ സാർ. എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ? വിശേഷങ്ങൾ നിർണായകമായിട്ടുള്ള വിശേഷങ്ങളാണ്. ഓക്കെ, ആ നിർണായക വിശേഷം കേൾക്കാനായിട്ട് നമ്മളെല്ലാവരും കാതോർത്തിരിക്കുകയാണ്. പറഞ്ഞു തുടങ്ങിക്കൊള്ളു. നിർണായകം ഇപ്പൊ തിയേറ്ററിൽ ഓടി നിൽക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന്റെ സിനിമയാണ്. കാരണം നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഇതിൽ സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ. ആരൊക്കെയുണ്ട് സാർ ഇതില്? ഇതില് ആസിഫ് അലി ഉണ്ട് മെയിൻ ആയിട്ട്. പിന്നെ ഒരു വലിയ ഒരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. അതായത് മാളവിക മോഹനാണ് ഹീറോയിനായിട്ട് വരുന്നത്. ശരിക്കും സാർ ആദ്യമായിട്ട് ചെയ്ത ആർട്ട് ഫിലിമിനും അവാർഡ് കിട്ടി. അതെ അതെ ആദ്യത്തെ സിനിമയ്ക്കും അവാർഡ്. അതെ അതെ ദേശീയ അവാർഡ്. ദേശീയ അവാർഡ് കിട്ടി. പരസ്യം ഏതാണെന്ന് അറിയാം? ടൈറ്റൻ വാച്ചിന്റെ പരസ്യം എടുത്തതിന് അതിന് അവാർഡ് കിട്ടി. പിന്നെ ആദ്യ പുനരധിവാസം മനോജ് കെ ജയൻ ആണ് നായകൻ. ഉഗ്രൻ സിനിമയാണ്. അതിന് നാഷണൽ അവാർഡ് കിട്ടി. പിന്നെ ഇദ്ദേഹത്തിന് ഒരു കാര്യം പറയാനുണ്ടെന്ന്. നായികയാക്കാനല്ല സാർ, അതിനുള്ള ഫിഗർ ഉണ്ടോ? അതാണ് സാർ എല്ലാവരുടെ ഇമേജ് ബ്രേക്ക്. വന്ന ഉടനെ VKP സാർ വരുന്നു. എന്ത് സന്തോഷമാണെന്നറിയാം. സത്യം, സ്വന്തം ഭർത്താവോ അമ്മയോ വന്നിട്ട് ഇത്രയും സന്തോഷമില്ല. VKP സാർ വരുന്നു. നമുക്ക് ഒരാളെ കൂടെ ഇൻവൈറ്റ് ചെയ്യാനില്ലേ? സാറിന്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട്. എനിക്ക് നല്ല പരിചയമുള്ള ആളാ, അതുകൊണ്ടാ. ഓക്കെ, എന്നാ സ്വാഗതം ചെയ്തോ. ഓക്കെ. പേർഷ്യക്കാരൻ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിന്റെ വെള്ളിത്തിരക്ക് പുതിയൊരു യുവ നായകനെ കിട്ടിയിരിക്കുകയാണ്. ഇപ്പൊ VKP സാറിന്റെ ചിത്രത്തിലൂടെ നിർണായകം എന്ന ചിത്രത്തിൽ വളരെ നിർണായകമായ വേഷം, ആസിഫ് അലിയോടൊപ്പം ഒരു വേഷം ചെയ്തുകൊണ്ട് വീണ്ടും നമ്മുടെ വെള്ളിത്തിരയിൽ സജീവ സാന്നിധ്യമാകുന്ന ആദിൽ ഇബ്രാഹിം. അതിന് വേറൊരു സംഭവം കൂടിയുണ്ട്. RJ ആണ് അദ്ദേഹം. ദുബായിൽ ഒരു റേഡിയോയിൽ വർക്ക് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വിളിക്കണമെന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് സ്വാഗതം ചെയ്യാം ആദിൽ ഇബ്രാഹിം. ഇത്രയൊക്കെ പറയാൻ പറ്റൂ, മനസ്സിലായോ? എങ്ങനെയുണ്ട്? RJ ആയിരുന്നപ്പോ എന്തായിരുന്നു അവിടുത്തെ RJ വിശേഷങ്ങൾ? ഞാൻ അശ്വതിയുടെ കൂടെ ഷോ അധികം ചെയ്തിട്ടില്ല. പേടിയുണ്ട്, അതുകൊണ്ട് ഷോ ചെയ്തിട്ടില്ല. ഇല്ല, അതായത് ഞാൻ മോർണിംഗ് ഷോ എനിക്ക് ഷോ ചെയ്യണമെങ്കിൽ നമ്മുടെ സുരാജേട്ടൻ ലെവലെങ്കിലും വേണം. അതല്ല, റേഡിയോയിൽ ലെവലെങ്കിലും എന്ന് ഉദ്ദേശിച്ചത് എങ്ങനെയാണ്? നാഷണൽ അവാർഡൊക്കെ ഞാൻ ഷോ ചെയ്യാറുള്ളൂ. RJ ആയിരുന്നപ്പോ എന്തെങ്കിലുമൊക്കെ വിലത്തരങ്ങളൊക്കെ ഒപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു റേഡിയോ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ അതിന്റെ ഫുൾ വർക്ക് പ്രോസസ്സ് ഒരുമിച്ച് എന്താ പറയുക, ഷോ സെറ്റപ്പ് ചെയ്യുക എന്നുള്ള സംഭവങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു ചെയ്തിരുന്നത്. അഡ്മിൻ പേപ്പർ വർക്ക് ജോലിയല്ല, പക്ഷേ രാവിലത്തെ ഷോ എനിക്കും ഈവനിങ്ങിലെ ഷോ അശ്വതിക്കാണ് കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾ ഭാഗ്യത്തിന് ഇല്ല അല്ലേ? ഓക്കെ, ഇതിലെ വേഷത്തെ കുറിച്ച്? ഇതിൽ ഞാൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന്റെ പേര് നിർണായകം. ബഹുമാനം കൊണ്ട് ഇതിൽ ഞാൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന്റെ പേര് സുദേവ് എന്നാണ്. അപ്പോൾ ആസിഫ് അജയ് എന്ന് പറയുന്ന ഒരു കാഡറ്റ് ആയിട്ടാണ് ഉള്ളത് ഈ സിനിമയിൽ. അപ്പോൾ ഈ സിനിമയിൽ വളരെ മുഖ്യമായിട്ടുള്ള ഒരു പോർഷൻ ഉള്ളത് നാഷണൽ ഡിഫൻസ് അക്കാഡമി പൂനെയിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കും സാർ? അത് രണ്ടാമത്തെ സിനിമയാണ് അവിടെ. ആദ്യം മേജർ സാബ് എന്നുള്ള ഒരു സിനിമയായിരുന്നു. പിന്നെ ഇപ്പൊ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ഷൂട്ട് ചെയ്തത് നിർണായകമാണ്. അത്രയും ഹോൾഡ് ഉണ്ടെങ്കിൽ അല്ല, അത് ഒരുപാട് സമയം എടുത്തു. ഇറ്റ്സ് പ്രോസസ്, ഭയങ്കര പ്രോസസ്സാണ്. ഒരു 6-7 മാസത്തോളം ഞങ്ങൾ കാത്തു നിൽക്കേണ്ടി വന്നു ടു ഗെറ്റ് പെർമിഷൻ. അത് കഴിഞ്ഞ് അത് ഷൂട്ട് ചെയ്ത് അത് സെൻസർ ചെയ്യണം, എന്നിട്ടേ നമുക്ക് ഇവിടുന്ന് സെൻസർ കിട്ടൂ. കാരണം അവിടെ എൻട്രി ചെയ്തുള്ള ഒരു പ്ലസ് പോയിന്റ് ഭയങ്കര ഈ നമ്മളൊരു പാട്രിയോട്ടിസം ഫീൽ ചെയ്യും. അവർക്ക് 2500 ആൾക്കാർ വന്നിട്ട് ഭക്ഷണം കഴിച്ച് അവർ 10 മിനിറ്റ് കൊണ്ട് ക്ലിയർ ചെയ്ത് പോകും. ഇറ്റ്സ് ബിഗസ്റ്റ് കിച്ചൺ ആണ്, ഏഷ്യയിലെ ഏറ്റവും വലിയ കിച്ചൺ ആണ്. നിർണായകം കാണുമ്പോൾ അറിയാൻ പറ്റുമോ? നിർണായകം കാണുമ്പോൾ അത് കാണാൻ പറ്റും. ഇതെല്ലാം കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിർണായകം തിയേറ്ററിൽ പോയി കാണുക. കാര്യം വെച്ചാൽ പ്രേക്ഷകരെ വരെ പിന്നെ മൈൻഡ് ജഡ്ജ് ചെയ്യാൻ സമ്മതിക്കില്ല. അതായത് അവരുടെ വരെ പ്രേക്ഷകരുടെ വരെ ഇമേജ് ബ്രേക്ക് ചെയ്യുന്ന ഒരേ ഒരു സംവിധായകൻ VKP സാറാണ്. കാരണം ഗുലുമാൽ പോലുള്ള പടങ്ങൾ എടുക്കും, പിന്നെ വരുന്നത് ബ്യൂട്ടിഫുൾ, പിന്നെ ട്രിവാൻഡ്രം ലോഡ്ജ്, പെട്ടെന്ന് വരുന്ന നിർണായകം. അങ്ങനെ ജഡ്ജ്മെന്റ് നമുക്ക് കിട്ടില്ല, ഇത് ഏതായിരിക്കും. അതുകൊണ്ട് തന്നെ സാറിന്റെ എല്ലാ പടങ്ങളിലും തിയേറ്ററിൽ ആളായിരിക്കും. കാരണം ഏത് വിധത്തിലുള്ള സാധനമാണ് ജനങ്ങൾക്ക് നൽകുന്നതെന്ന് അറിയില്ല. ഇദ്ദേഹത്തിന്റെ ഒരു പടത്തിൽ എനിക്കും അഭിനയിക്കാൻ, അതെ, 3 കിങ്സും ഗുലുമാലും. ഇത് സുരാജിനെ പറ്റി ഒരു കാര്യം പറഞ്ഞാൽ, ഞാൻ കോമഡി ഷോസ് ഒക്കെ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഗുലുമാൽ അഭിനയിക്കാൻ വരുമ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളി ഭയങ്കര കോമഡിയൊക്കെ പറയുന്ന ഒരാളായിരിക്കും. പുള്ളി വന്ന് എന്നെ വന്ന് പരിചയപ്പെട്ടിട്ട് സംസാരിച്ചത് മുഴുവൻ സീരിയസ് സിനിമ, നാഷണൽ അവാർഡ് കിട്ടിയ പടങ്ങളെ പറ്റിയിട്ടും അതർ ലാംഗ്വേജ് സിനിമയെ പറ്റിയിട്ടും. അപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ തോട്ട് പ്രോസസ്സ് മാറി. പക്ഷെ പിന്നെ സിനിമ തുടങ്ങിയപ്പോൾ എനിക്ക് ചിരി നിർത്തിയിട്ട്
ഷൂട്ട് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. നമ്മൾ ആസ്വദിച്ച് ഷൂട്ട് ചെയ്ത ഷൂട്ട് ചെയ്തത്. കാരണം അത് 2 ക്യാമറ വെച്ച് വെറുതെ ആക്ടേഴ്സിനെ പെർഫോം ചെയ്താൽ വിട്ട് നമ്മളിങ്ങനെ ഓടി നടന്ന് ഷൂട്ട് ചെയ്തൊരു സിനിമയത്. ഒരു പ്രോപ്പർ ഷോർട്ട് ബ്രേക്ക് ഡൗൺ ഒന്നും ഇല്ലാതെ. തീർച്ചയായിട്ടും സാർ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ സിനിമ ഇത്രയും ബമ്പർ ഹിറ്റ് ആവും. ഞാനത് ഭയങ്കര സംഭവമാണ്. കാരണം ഞാൻ ഒരു ദിവസം രാവിലെ അവിടെ അന്നത്തെ റിലീസ് ദിവസം ആൾക്കാർ പറയാൻ തുടങ്ങി അവിടെ ഗേറ്റ് ക്രാഷ് ആണ് തിരുവനന്തപുരത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു അത് നമ്മുടെ പടം അവൻ യാതൊരു വഴിയില്ല. ഒരു സംവിധായകൻ തന്നെ പറയാണ് എന്റെ പടം അങ്ങനെ ഓടാൻ ഒരു ചാൻസ് ഇല്ല. അങ്ങനെ ഒരു വഴിയുള്ള ഒരു സിനിമ ഞാൻ ചെയ്തിട്ടില്ല മുമ്പ്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ കവിത തിയേറ്ററിൽ എത്തിയപ്പോൾ അവിടെയും ഭയങ്കര തിരക്ക്, കാറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ബോർഡ് ഫൈനലി വന്നു, കവിതയിൽ ഹൗസ്ഫുൾ എന്നുള്ള ബോർഡ്. ഞാൻ ആദ്യമായിട്ട് അതൊക്കെ നോക്കി ഒരു 10 മിനിറ്റ് നോക്കി നിന്ന് അടുത്തൊരു നിന്ന് പോയി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അതിനുശേഷം സാറിന്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടും പ്രശസ്ത സംവിധായകനും നടനുമായ ജോയ് മാത്യു സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ എന്താന്നറിയില്ല എന്റെ സിനിമ നന്നായിട്ട് ഓടുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു സംവിധായകൻ സാറ് മാത്രമേ കാണുള്ളൂ. പിന്നെ മാത്രമല്ല ടെക്നിക്കലി ഇത്രയും നോളജ് ഉള്ള ഒരു ഡയറക്ടർ സമ്മതിച്ചിരിക്കുന്നു സാർ. കാരണം ഇദ്ദേഹം ഒരു പ്രവചനം പോലെ പറഞ്ഞു, നമ്മുടെ സിനിമയെല്ലാം ഇനി ഡിജിറ്റൽ ആകാൻ പോവുകയാണ്, സാറ്റലൈറ്റ് വഴി ഓരോ തിയേറ്ററിലെത്തും. അതൊക്കെ അന്ന് വെറുതെ പറഞ്ഞെങ്കിൽ ഇന്ന് അത് സാധിച്ചിരിക്കുന്നു. അല്ല ഞാൻ ഈ സിനിമ ഫസ്റ്റ് ഡിജിറ്റലൈസ് ചെയ്ത സമയത്ത് പ്രൊജക്ഷൻ ഡിജിറ്റലൈസ് ചെയ്ത സമയത്ത് എന്നോട് പലരും ചോദിച്ചു ആകാശത്തൂടെ എങ്ങനെ സിനിമ വരിക, പെട്ടി വേണ്ടേ? പക്ഷെ അന്ന് എല്ലാവരും തമാശയായിട്ട് പറഞ്ഞുവെങ്കിലും പക്ഷെ ഇന്ന് സിനിമയുടെ പെട്ടികൾ പോയി, സിനിമ ലാബുകൾ ക്ലോസ് ആയി, എല്ലാം ഡിജിറ്റലായി മാറി. അതൊരു ഭയങ്കര റെവല്യൂഷനാണ് സിനിമയുടെ കാര്യത്തിൽ. അപ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സിന് നല്ല സിനിമകൾ ചെയ്യാനുള്ള അവസരങ്ങളുണ്ടായി. തീർച്ചയായിട്ടും. സാർ പണ്ട് വലിയ സഹായിയായിരുന്നു. എല്ലാവർക്കും കാശ് കടം കൊടുക്കും. പക്ഷെ കർക്കശക്കാരനാണ്, കണിശക്കാരനാണ്. ഇപ്പൊ 50 രൂപയോ 150 രൂപയോ 250 രൂപ 500 രൂപ കടം കൊടുക്കും പഠിക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ പറയുന്ന ഡേറ്റിന് തിരിച്ച് കിട്ടിയില്ല എങ്കിൽ പലിശ മേടിക്കോ സാർ? ഇല്ല, എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. പലിശ മേടിക്കില്ല, എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. അങ്ങനെ മലയാള സിനിമയിലെ നടനും സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ടുള്ള ജോയ് മാത്യു സാറിന് ഇപ്പോഴും ജോയ് ചേട്ടാ പ്ലീസ് പബ്ലിക്കായിട്ട് പറയുന്നു 150 രൂപ ഒന്നും കൊണ്ട് കൊടുക്ക് പ്ലീസ്. വെറുതെ നിൽക്കുന്നത് സാറിന് ഇഷ്ടമല്ല. എന്തെങ്കിലും ഷൂട്ട് ചെയ്യണം. അത് ആടോ സിനിമയോ ചിലപ്പോൾ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക് അങ്ങനെയൊന്നുമില്ല. രാവിലെ നേരം വിളിക്കുമ്പോൾ കുളിച്ച് റെഡിയായി. ഇപ്പൊ നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ഒരു സാധനം പറയണ്ട, അതിന് ഒരു കാരണമുണ്ട്. ഈ സിനിമ എന്നുള്ളൊരു അഡിക്ഷൻ ആവും. ഇപ്പൊ ഈ കള്ളുകുടിയന്മാർക്ക് കള്ളു കുടിച്ചില്ലെങ്കിൽ കൈവറക്കില്ലേ, അതുപോലാണ് എനിക്ക് സിനിമ ചെയ്താൽ എനിക്ക് കൈവറക്കും. സാർ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് സാർ ഇന്ന് VKP ആയിട്ട് ഇവിടെ നിൽക്കാൻ കാരണം. അത് VKP കുറച്ച് നീട്ടണ്ട, ഇത് P നീട്ടി കഴിഞ്ഞാൽ പ്രശ്നം. VKP എന്ന് കഴിഞ്ഞാൽ പീങ് ആയി പോകും. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാം. താങ്ക് യു. ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഇതിന് കറക്റ്റായിട്ട് ആൻസർ പറയുന്നവരെ ഞാൻ വേദിയിലേക്ക് വിളിക്കും. എന്നിട്ട് അവരുമായിട്ട് ഇൻട്രാക്ഷൻ, അവർക്കുള്ള കലാപ്രകടനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. വേറെ ഒന്നുമില്ല. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. ആമയും മുയലിന്റെ കഥ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ചെറുതിലെ, അല്ലേ? ആമയും മുയലും കൂടെ ഒരു ഓട്ട മത്സരം നടത്തി. അതിൽ വിജയിച്ചത് ആമയെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ട് നടന്നത്. ശരിക്കും ആമയാണോ അതോ മുയലാണോ വിജയിച്ചത്? അങ്ങനെ ആമയാണെങ്കിൽ എന്താണ് കാരണം? ഫണി ക്വസ്റ്റ്യൻ ആണ്. ഇതിന് കറക്റ്റ് ആർക്ക് ആൻസർ പറയാം? കൈപൊക്കി വരൂ, പറയും. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. അതായത് ആമയും മുയലും കൂടെ ഒരു ഓട്ട മത്സരം നടത്തി. അതിൽ വിജയിച്ചത് ആമ എന്നാണ് പല ആൾക്കാരും പറഞ്ഞത്. അങ്ങനെ പറയണമെങ്കിൽ ഉണ്ടായ കാരണം പറയണം. ശരിക്കും ജയിച്ചത് ആരാണ്? അത് സിമ്പിൾ അല്ലേ, മുയലാണ് ജയിച്ചത്. മുയലാണ് ജയിച്ചത്. ഉത്തരം ശരിയാണ്. പക്ഷെ ആമ എന്ന് പറയാൻ കാരണം എന്താണ്? അന്ന് നമ്മുടെ ജഡ്ജായിട്ടിരുന്ന ഒരു തമിഴായിരുന്നു. അപ്പൊ എല്ലാം ചെന്ന് ചോദിച്ചു മുയലാണോ ജയിച്ചെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് ആമ 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 എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആമയായി മാറിയത്. ഓക്കെ, അപ്പൊ താങ്കളുടെ പെർഫോമൻസിലേക്ക് കിടക്കാം. ഇതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ കറക്റ്റ് ഉത്തരം പറഞ്ഞുകൊണ്ട്. പേരെന്താ? ദിലീപ്. ദിലീപ്. എവിടെ സ്ഥലം? കോട്ടയം. കോട്ടയം ദിലീപ്. അങ്ങനെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്, കേട്ടിട്ടുണ്ട് ഞാൻ. അതെ. ഓക്കെ, താങ്കൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ മിമിക്രി ഒന്നും ചെയ്യില്ല, പക്ഷേ ഞാൻ ഇത് കണ്ടെത്തല്ല. അതായത് സുരാജേട്ടൻ കാണിച്ച ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഒരു ഐഡിയ തോന്നിയതാണ്. പണ്ട് ഒരു പ്രാവശ്യം ഈ ജഗദീഷും ഭീമന്റെ ആയിട്ടുള്ള ഒരു മോർഫിംഗ് അത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളതാണ്. അതിന് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതായത് ജയൻ, ഭീമൻ രഘു, ജഗദീഷ്. ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് മറ്റ് രണ്ടാൾക്കാരും മലയാള സിനിമയിൽ വന്നു എന്നുള്ളത് ഞാൻ പ്രൂവ് ചെയ്യിക്കുക ആക്ഷനിലൂടെ. ആദ്യം ജയൻ, അല്പം കൂടെ സ്പീഡ് ഭീമൻ രഘു, മാക്സിമം സ്പീഡ് ജഗദീഷ്. ദാ റെഡി, ആക്ഷൻ മാത്രമേ ഉള്ളേ. ഇത്
കണ്ടപ്പോൾ ദിലീപിന് പുതിയൊരു ഐഡിയ കിട്ടി. അപ്പൊ ആ ഐഡിയ എന്താണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. പ്രകടനം നമ്മുടെ പഴയകാല ഒരു നടൻ ഒരു സോമൻ ചേട്ടൻ. സോമൻ ചേട്ടൻ്റെ നടത്തം ഒന്ന് സ്പീഡായി കഴിഞ്ഞാൽ ജഗദീഷ് ചേട്ടനായി മാറും. അതൊരു നല്ല കണ്ടെത്തലാണ്. ആ കണ്ടെത്തൽ ഓക്കെ. ആ ഒരു ശ്രമത്തിന് നല്ലൊരു ക്ലാപ്പ് കൊടുക്കണം. അപ്പൊ സുരേട്ടൻ ഒരു കാര്യം ചെയ്യണം. അപ്പൊ ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ സോമൻ ജഗദീഷ് എന്ന് പറയണം. അപ്പൊ വേരിയേഷൻ കാണിക്കാൻ പറ്റും. ഓക്കെ, റെഡി റെഡി ആക്ഷൻ. ജഗദീഷ്, സോമൻ. ഇനി എന്താണ്? അതുപോലെ തന്നെ നമ്മുടെ ബാലേന്ദ്രമേനോൻ സാറും നമ്മുടെ കലാഭവൻ മണിച്ചേട്ടനുമായിട്ട് ചെറിയ സാമ്യമുണ്ട് നടത്തത്തിൽ ആക്ഷൻ. ബാലചന്ദ്ര മേനോൻ. അതെ അതെ. അദ്ദേഹത്തെ നടത്തുന്ന സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ മണിച്ചേട്ടനാവും. അയ്യോ, ആ നടത്തം ഒന്ന് നടന്ന് കാണിക്കുന്നു. ഞാൻ കാണിക്കാം. ബാലചന്ദ്ര മേനോൻ സാറാണെങ്കിൽ ശ്രമിക്കാം കേട്ടോ. കാട്ടിൽ കൊടും കാട്ടിൽ ഉൾപ്പരപ്പിൽ ഒരു കൊച്ചുമുല്ല കാട്ടിൽ. എനിക്ക് ഇത്രയൊക്കെ അറിയാവൂ. എന്തായാലും ഇത് സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ നമ്മളെ കലാപം മണിച്ചേട്ടനാവും. ഓക്കെ, എന്നാ ഒന്ന് കാണണം. ബാക്കിലോട്ട് തീർച്ചയായിട്ടും. റെഡി ആക്ഷൻ. ബാലചന്ദ്ര മേനോൻ, കലാഭവൻ മണി. ബാലചന്ദ്ര മേനോൻ, കലാഭവൻ മണി. അടിപൊളി അടിപൊളി. വേറെ ഏതാണ് ചെയ്യുന്നത്? ഇല്ല, അങ്ങനെ വെറൈറ്റി ഒന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ടാസ്ക് തരാം. ആ ടാസ്കിന് വേണ്ടിയിട്ട് ഒരാളെ കൂടെ വേദിയിലേക്ക് ക്ഷണിക്കാനുണ്ട്. സ്ത്രീകളിൽ ആരെങ്കിലും ഒരാൾ വേദിയിലേക്ക് വരണം. ചോദ്യം ചോദിക്കാൻ കറക്റ്റ് ആൻസർ പറയുന്നവർ വന്നാൽ മതി. റെഡി? ചോദ്യം ഇതാണ്. നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന സിനിമ നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. റൈറ്റ്? കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും. അതില് ലാലേട്ടൻ അടിച്ച് ഫിറ്റായിട്ട് മമ്മൂക്കടുത്ത് കാതില് ഒരു രഹസ്യം പറയുന്നുണ്ട്. ആ രഹസ്യം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാം? ക്ലാപ്പ്. കം ഓൺ. ഭർത്താവ് അടിച്ച് ഫിറ്റായിട്ട് പോയേക്കാണ്. ഇല്ലല്ലോ, ആളിനി വരില്ല എന്നുള്ള ഉറപ്പോട് കൂടിയാണ് ഇപ്പൊ സ്റ്റേജിലേക്ക് നിൽക്കുന്നത്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. പ്രശ്നക്കാരനല്ലാന്ന് തോന്നുന്നു അല്ലേ? ശരി, കുടിച്ചു കഴിഞ്ഞ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയിപ്പോ കുടിച്ചില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. പെട്ടെന്ന് ഇതിന്റെ ഉത്തരം എന്തായിരുന്നു ചേട്ടാ? അത് ലാലേട്ടൻ മമ്മൂക്കയോട് കാതിൽ രഹസ്യമായിട്ട് പറഞ്ഞ എന്താണ്? ലാലേട്ടൻ മമ്മൂക്കയോട് രഹസ്യത്തിൽ പറഞ്ഞല്ലേ? അത് അവർക്ക് രണ്ടുപേർക്കും അല്ലേ അറിയത്തുള്ളൂ. ഉത്തരം ശരിയാണ്. നമുക്കറിയില്ല, രഹസ്യമാണ് പറഞ്ഞത്. ഇനി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അത് കടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും അതർ ആക്ടിവിറ്റീസ്, വേറെ എന്തെങ്കിലും? ചെറിയതായിട്ട് 2 സൗണ്ട് അനുകരിക്കാം. ശബ്ദം അനുകരിക്കും. സ്ത്രീകൾ വളരെ വിരളമായിട്ട് മാത്രമേ മിമിക്രിയൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളൂ. മിമിക്രി ആണോ ശബ്ദം ഇമിറ്റേറ്റ്? അതെ അതെ. ഓക്കെ, അപ്പൊ ശ്രമിക്കുകയാണ്. ആ ശ്രമത്തിനാണ് നമ്മുടെ കയ്യടി. നിങ്ങളിൽ ഒരാൾ വന്നിട്ട് ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാണ്. ഒരു വീട്ടമ്മയാണ്. റെഡി? ആദ്യം ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്? ആദ്യമായിട്ട് ബിജുക്കുട്ടൻ. ബിജുക്കുട്ടൻ, എന്റെ ബിജുക്കുട്ടൻ ചേട്ടാ, നിങ്ങളെ പെണ്ണുങ്ങൾ പോലും അനുകരിച്ചു തുടങ്ങി. അതിന്റെ അർത്ഥം നിങ്ങൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നു. ബിജുക്കുട്ടൻ കാട്ടി കഴിഞ്ഞാൽ ഇന്ന് കിണറ്റി ചാടി ആത്മഹത്യ ചെയ്യും. പെൺപിള്ളേർ ഒരു അനുകരിച്ചതുകൊണ്ട് ഇല്ല. നല്ല ഗംഭീരമായിരുന്നു. ഇനി വേറെ ഏതാ? മിമിക്രി തന്നെയുള്ള ഒരു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. അതെ, രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ ആർക്കും മറക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഇമിറ്റേറ്റ് ചെയ്യുന്നത് ആരെയാണ്? നാണിത്തള്ളയാണോ അദ്ദേഹത്തിന്? നാണിത്തള്ളയുടെ ശബ്ദം. റെഡി? വന്ന് കാണണമെന്നൊന്നും വിചാരിച്ചിട്ട് വന്നതല്ല, പക്ഷെ ഇവിടെ വന്നപ്പോ പാടണമെന്നൊന്നും പറഞ്ഞാൽ എനിക്കൊന്നും പാട്ടത്തൊന്നുമില്ല. പിന്നെ വല്ല സമ്മാനവും കിട്ടിയാൽ മേടിച്ചോണ്ട് പോത്രേ ഉള്ളു. മറ്റൊരു പരിപാടിയിലേക്ക് പോവാം. 1983 എന്ന് പറയുന്ന സിനിമ എല്ലാവരും കണ്ടല്ലോ. ഷൈൻ ആണ് അതിന്റെ ഡയറക്ടർ. 1983 പാട്ട് വെക്കും. നിങ്ങൾ പ്രണയ ജോഡികളായിട്ട് അഭിനയിക്കണം. ഞാനോ? അയ്യോ, അതാണ് ടാസ്ക്. നിങ്ങൾ ചെയ്തേ പറ്റൂ. ശീലമില്ല. പ്രണയിച്ച് ശീലമില്ല. അല്ല, പെമ്പിള്ളേരെ തോളി കഴിച്ചിട്ടൊക്കെ നടക്കുന്ന പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ആ പാട്ടിട്ട് കൊടുക്കും. നിങ്ങൾ ചെയ്തേ പറ്റൂ. ഇതൊരു ടാസ്ക് ആണ്. ഇളം കാറ്റിലാടി വരുന്നീ കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി നറുചിരി 4 മണി പൂവ് പോൽ വിരിഞ്ഞുവോ ചെറുപക്ഷി കണ്ടു നീട്ടി വന്നെടുത്തു നിന്നു മണിമധുരം നുണയും കനവിൻ മഴയിൽ നനയും ാടിക്കുരുവി
ആദ്യമായി ഞാൻ പറഞ്ഞല്ലോ വേണ്ടെന്ന്. ഇതാന്നോടെ എന്നെ പറഞ്ഞു വിട്ട് ഇതിനാന്നു. ഹലോ, ഞാൻ നിങ്ങളോട് ബഹുമാനം തന്നെയാണ്. പക്ഷെ നിങ്ങൾ എൻ്റെ ഭാര്യ അവനുമായിട്ട് ഇവിടെ പ്രേമിപ്പിക്കാൻ വേണ്ടിയാണ് എന്നെ പറഞ്ഞു വിട്ടത്. എന്ത് പരിപാടിയാണോ കാണിക്കുന്നതല്ല. എന്തോടി കാണിച്ചേ? എനിക്കിനി അവളെ വേണ്ട, എനിക്കിനി വേണ്ട. അവരിവിടെ പോട്ടെ. ഈ നാട്ടുകാർ മൊത്തം കണ്ടില്ലേ? ഇവിടെ കിടന്ന് ഇങ്ങനെ ഈ കൂത്താടുന്നത്. എന്റെ സുരേഷ, ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞാലായിരുന്നു. നിന്റെ മോളെ ഞാൻ വിടത്തില്ല. കണ്ടോണം. നീ സംസാരിക്കണ്ട. നിന്നെ ഞാൻ കൊല്ലുമെന്ന്. എനിക്കിനി വേണ്ട, ഇങ്ങനൊരു ബന്ധമില്ലേ? നാട്ടുകാരെ നമ്മൾ വിട്ടു. അങ്ങനെ പറയല്ലേടാ. താരക്ക് പ്രാന്തായി. എനിക്ക് അവളെ വേണ്ട. നിന്റെ മോൻ നിന്റെ എന്താ ഇവിടെ കാണിക്കുന്നത്? താൻ കുറെ നേരം ഇവിടെ കിടന്നിട്ട് ചാട്ടം കളിയാ. എന്റെ ഭാര്യ ഒരുത്തം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന കാണുമ്പോ ഞാൻ ഉമ്മ കൊടുക്കണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇവിടെ ഇത്ര ആൾക്കാർ ഇവിടെ പരിപാടി കാണാൻ വന്നേക്കുന്ന ഓഡിയൻസ് ആണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. നിങ്ങൾ ഇവിടെ കേൾക്കുന്നത് അവിടെ കൂടെ ആളാണ്. ഇത് എന്റെ കൂടെ ആളാണ്. ഞാൻ ഉണ്ടാക്കുന്നത് ശ്രീതാ, എന്താ പറയുന്നത്? ലോകം മൊത്തം കാണുന്ന ഒരു പരിപാടി കെട്ടിപ്പിടിച്ചിരുന്നു. ആയിരിക്കുന്ന നമ്മുടെ പരിപാടിക്ക് ഗസ്റ്റ് ആയിട്ട് വന്ന അദ്ദേഹമാണ്. VKP സാർ. ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ്. അയാളുടെ മുന്നിൽ നമ്മളല്ല നാളെ പരസ്യ ചിത്രമുണ്ട്, ബ്യൂട്ടിഫുൾ, ട്രിവാൻഡ്രം ലോഡ്ജ്. ഈ സിനിമകളൊക്കെ സംവിധാനം ചെയ്ത ഇങ്ങനെ തെങ്ങലോട് നോക്കി നിൽക്കുന്ന പരസ്യമുണ്ടല്ലോ. ചന്ദ്രൻചേട്ടന്റെ വീട് കണ്ട അമ്പിളി മാമൻ ഉദിച്ച പോലെ പായലും പൂപ്പലും ഒട്ടുമില്ല, സ്ഥലവുമില്ല, പൊളി വചനം. പക്ഷെ സാറിനടുത്തിന് ഒരു കാര്യം പറയാനുണ്ട്. അതെ, വന്ന സ്ഥിതിക്ക് സാറിനടുത്ത് രണ്ട് കാര്യം പറയാനുണ്ട്. അതെ, ഞാൻ ഒന്ന് പോയിട്ട് വരാം, കുഴപ്പമില്ല. ഇത് വിഷയമൊന്നുമില്ല, ഞാൻ സംസാരിച്ചിട്ടില്ല. സംസാരിച്ചിട്ട് കുഴപ്പമില്ലല്ലോ. അമ്മയ്ക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ? പരാതി പറഞ്ഞ അടിയൻ സാറ് ട്രിവാൻഡ്രം ലോഡ്ജ്. ഇപ്പൊ നിർണായകം നിർണയിക്കും എന്തെങ്കിലും ആയിക്കോട്ടെ. അന്നത്തെ കാര്യം പറയും. അന്ന് ഞാൻ ഈ സാറിന് അറിയത്തില്ല. ട്രിവാൻഡ്രം ലോഡ്ജ് ഞങ്ങൾ 4 പേരായിരുന്നു ഇവിടെ താമസം. ഞാൻ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, നമ്മുടെ ബ്യൂട്ടിഫുൾ അഭിനയിച്ച നമ്മുടെ പറയാതെ പേര് പറയാം, അനൂപ് സർ, പിന്നെ ജയസൂര്യ സർ, ഞങ്ങളെല്ലാം കൂടെ താമസം. ഇവിടുത്തെ ഞാനും ഉണ്ടായിരുന്നു. പിന്നെ സാർ എന്നെ മാത്രം ആ പടത്തിൽ കാണിച്ചിട്ട് അടുത്തതിന് നമുക്കൊരു അവസരം തരാം. സാർ ഒരു അവസരം തരൂ. അത് എന്തറിയോ പ്രശ്നം വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്ലെക്സിബിലിറ്റി, അഭിനേതാവിന് വേണ്ടതിനേക്കാൾ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അത് കള്ളുപിടിച്ചോണ്ടായിരിക്കും. കള്ളുപിടിച്ചോണ്ട് അഭിനയിക്കാൻ കള്ളുപിടിച്ചോണ്ട് ഒരുപാട് ഫ്ലെക്സിബിലിറ്റി, അത് കൺട്രോളിൽ നിൽക്കില്ല. കള്ളുകൂടി നിർത്തിയിട്ട് വാ ചാൻസ്. അല്ല സാർ, അങ്ങനെ ആ ലൈനിൽ സംസാരിച്ചാൽ ഞാൻ സംസാരിക്കും. കൺട്രോൾ ഉണ്ട്. കാരണം എന്റെ കാശ് കൊടുത്താൽ ഞാൻ കുടിക്കുന്നു. സാറിന് വിട്ടോട് ഞാൻ വന്നില്ല. എനിക്ക് ഇച്ചിരി സാധനം മേടിച്ചിട്ട് ആ സാധനം മേടിച്ചാന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വന്നു. ഇല്ലല്ലോ. പിന്നെ സാറെന്താ അങ്ങനെ സംസാരിച്ചു? പക്ഷേ ഒരു അഭിനേതാവായ ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ വേണ്ടി കാണും. അവസരം നിന്ന് നോക്കാം, അപ്പൊ ഞാൻ കാണാം. അല്ലാതെ പിന്നെ ഈ കള്ളു കുടിച്ച കാര്യം മാത്രം അതൊരു പരാതിയായിട്ടിട്ടാൽ ശരിയാകുന്നില്ല. സാറൊന്ന് ഒന്ന് വിഷമിച്ചില്ലയോ? ഞാൻ സംസാരം ഞാൻ ദേഷ്യത്തിലാന്ന് വിചാരിച്ചു. ഇനി പറ സാറേ, എനിക്ക് അഭിനയിക്കാൻ അറിയാം. പിന്നെ നമ്മുടെ ഈ മറ്റേ മമ്മൂക്ക സിനിമയിൽ ഇങ്ങനല്ലേ അവസരം ചോദിച്ചു. പാറ്റയാണെന്ന് പിടിച്ചതാ. അയ്യോ, അഭിനയാണെന്ന് മനസ്സിലായില്ല കേട്ടോ. അടുത്ത പടത്തിൽ ഷുവർ. എല്ലാരും കേട്ടെ, എല്ലാരും കേട്ട് എനിക്ക് അവസരം തരാന്ന്. ഇനി നിന്നെ എനിക്ക് ഒട്ടും വേണ്ടടി. ഞാൻ പോയിട്ട് വരും. നിന്നെ എനിക്ക് വേണ്ട. എന്തൊരു കഷ്ടമായത്. നിന്നെ വേണ്ടതാണ് ഈ പറഞ്ഞു. സാറെന്നെ സിനിമയിലെടുത്തു. പിന്നെ എനിക്കെന്തോ വിഷമിക്കാൻ അല്ലയോ? വേണ ഇപ്പൊ ഒന്ന് കണ്ടോ, പിന്നെ കാണാൻ കിട്ടുന്നില്ല. ഞാൻ അങ്ങനെ തങ്കച്ചൻ നീ ഇപ്പൊ എന്നെ ഇവിടെ പൊയ്ക്കണം. ഞാനെന്തിനാ കൊണ്ടുവന്നില്ല? നീ പിന്നെ ഈ നാട്ടുകാരെല്ലാം കാണാൻ കിടന്ന് അവളെ പാട്ടും കൂത്തും കാണിച്ചിട്ട് അത് അഭിനയിച്ചതല്ലേ ഞങ്ങൾ? അഭിനയിച്ചത് എന്റെ വീട്ടിൽ കൊണ്ടുപോയി അഭിനയിക്കണം. പോകാൻ പറഞ്ഞില്ല. നീ പോകാനായിരുന്നു.
കഷ്ടം ഞാൻ കൊണ്ടുപോകട്ടോ കൊണ്ടുപോകാറുണ്ട്. ഇനി ഒന്ന് പറയല്ലേ പപ്പടത്തല്ലേ മാറ്. മേരി 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 പോകാൻ പറഞ്ഞപ്പ നീ ഉടനെ അങ്ങ് പോയല്ലോടി. വിളിച്ചിട്ട് പോയില്ലേ? ഞാൻ വിചാരിച്ചു ഇന്നയുടെ കൂടെ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിങ്ങ് വരാന്ന്. എങ്കിലും എന്റെ മേരി മോളെ ഞാൻ നിന്നെ താഴെ വെക്കാതെ കൊണ്ടുവരുന്നു. എന്റെ മോളിഞ്ഞ് വന്നേ ഒരു ഉമ്മ തരട്ടെ. എവിടെയാണ് ഒരു ഉമ്മ കൊടുക്കുന്നത്? നീ തലയിലേക്കുന്ന ആ പൊടിയുടെ പേര് രാജനായൻ എന്തുവാ? ആ പൊടി എടുത്ത് ഉച്ചയ്ക്ക് കഴിച്ചേക്ക. പിന്നെ അങ്ങനെ തുമ്മാരിക്കുന്നു. മുളഞ്ഞു വാ എന്റെ പെണ്ണുമുളഞ്ഞു. പിന്നെ അങ്ങനെ പറയുമ്പോ ഉടനെ പോകല്ലേ കേട്ടോ. എന്റെ കൂടെ തന്നെ നിൽക്കണം കേട്ടോ. സന്തോഷമായിരിക്കും. നിഷ്കളങ്കമായ ഒരു സ്നേഹമാണ് നിങ്ങൾ ഇവിടെ കൊണ്ടത്. സത്യം ഇതാണ് നമുക്ക് ഭാര്യ ഭർത്താവിനേക്കുള്ള ഒരു സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ ഈ ഭാര്യ ഒന്നും കൂടെ ഉണ്ടാവുള്ളൂ. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അത് തങ്കച്ചൻ്റെ കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ട് പോകും. അപ്പോൾ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ എനിക്ക് നീ കാണിച്ച കറക്റ്റാടി നീ കാണിച്ച ഒരു സ്നേഹമുണ്ടല്ലോ അതാ തങ്കച്ചൻ മദ്യപാനം നിർത്തണം. തങ്കച്ചൻ മദ്യപാനം നിർത്തിയെങ്കിൽ മാത്രമേ കുടുംബജീവിതം നല്ല രീതിയിൽ. പക്ഷേ എൻ്റെ ഭാര്യ പോലും ഇങ്ങനെ സ്നേഹിക്കും തരിയിട്ട് കറക്റ്റ്. അതെന്നാ അങ്ങനെ എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ എന്നെ ഇങ്ങനെ തങ്കച്ചൻ മദ്യപാനം നിർത്തണം അവിടെ എടുത്ത് തന്നപ്പം മോള് ഇങ്ങനെ അങ്ങനെ പിടിക്കുന്നില്ല. അങ്ങനെയൊന്നും പറയണ്ട. ഒരുത്തൻ്റെ കൂടെ ഡാൻസ് ഇപ്പം കളിച്ച് തീർന്നതേ ഉള്ളൂ. ഞങ്ങൾക്കറിയാം ഒരു ജീവിക്കാം. നീ മാടി ഇങ്ങോട്ട് ഇത് കൊള്ളും. അങ്ങോട്ട് തിരിഞ്ഞു കേട്ടോ. ഞാൻ നിക്കണോ അതോ പോണോ? നിക്കണോ അതോ പോണോ? ആഹാ റോണിക്ക് ബാച്ചിന് സിനിമ കണ്ടിട്ട് അതിന്റെ ഡയലോഗ് കാണാൻ പഠിച്ച് നടക്കുമല്ലോടാ. ഞാൻ നമ്മളെ മോക്കിനി പരിപാടി കാണുന്നു. വേണ്ട. കോംപ്രമൈസ്. ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റിലെ ചിരി കാഴ്ചകൾക്കിടയിൽ ചെറിയൊരു ബ്രേക്ക്. എന്റെ വാപ്പ കാണടാ. കൈ കിട്ടണം. ചേട്ടൻ എവിടെ നിന്ന് വിളിക്കുന്നേ? ഞാനിവിടെ പാറശാല. പാറശാല. ഞാൻ സാരഥക്കന്റെ സെൽവനാണ്. സെൽവേട്ട, അപ്പോ കാമുകിയുടെ അടുത്ത് പ്രണയമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഞാൻ ഇതുവരെ അവളുടെ അടുത്ത് മാത്രമേ പറയാനുള്ളൂ. ബാക്കി നാട്ടുകാരോടൊക്കെ ബാക്കി പറഞ്ഞോ? എല്ലാവർക്കും അറിയാം. നിന്നെ കണ്ട കടലലകൾ പോലെ മയിലായി മഴ കൊണ്ടതുപോലെ അകമേ ഇടയും ഞാൻ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അവള് പറയാ ചേട്ടൻ സൂപ്പർമാനാന്ന്. എനിക്കൊരു കൊച്ചുണ്ടാക്കി കഴിഞ്ഞപ്പോ അവള് പറയാ ഞാൻ വാച്ച്മാനാണ്. എന്താ അവള് നിന്നെ വിളിക്കുന്നത്? ഡോബർമാനാണ്. എന്നെ തല്ലേടമ്മാമ ഞാൻ നന്നാവൂല. നെഞ്ചിൽ തിരതല്ലും Daddy, my super daddy. His ID, CID, തരി പോലുമില്ല പേടി. വയൽ വരളുമ്പോൾ അളരി വയൽ വരളുമ്പോൾ കണ്ണിനുള്ളിൽ നീ കൺമണി കാതിനുള്ളിൽ നീ തേൻമൊഴി. to the love becomes the truth. Hey, the beauty, that my love. നിങ്ങൾ ചിരിക്കണ എന്താ? എനിക്ക് കളിച്ചൂടെ? വെൽക്കം ബാക്ക് ടു ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റ്. നിർണായകത്തിന്റെ മറ്റു വിശേഷങ്ങളിൽ കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. സാറിന്റെ പടത്തിൽ അഭിനയിച്ച ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും പിടികിട്ടി. ആദിലും പിന്നെ അശ്വതിയും. അതെ, ആദില് നല്ല പയ്യൻ, ഇത്രയും സുമുഖനും സുന്ദരനുമായ ഒരു ഹീറോ നിൽക്കുമ്പോ ഞാൻ എങ്ങനെ അല്ലെന്ന് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഇതൊക്കെ ഡെയിലി കാണണല്ലേ. അപ്പൊ പിന്നെ ആർജി ആയിരുന്നല്ലോ ഒരുമിച്ച്. അപ്പൊ എന്തൊക്കെയായിരുന്നു അവിടെ നിങ്ങളുടെ കലാവിരുന്നുകൾ? പാട്ട് പാടുവോ? കലാവിരുന്ന്
അശ്വതിയുടെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞതാ, എല്ലാരും ഒന്ന് അറിയട്ടെ. അശ്വതിയുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് രണ്ടുപേര് 2 RJs ആയിരുന്നു വൈകുന്നേരം ഷോയിൽ തരുന്നത്. മാക്സിമം കേൾക്കുന്നവരെ ഭ്രാന്താക്കുക. അത് തന്നെയാണോ? അങ്ങനെ കിട്ടിയ ജോലിയാ അല്ലേ? മിമിക്രി ഒക്കെ അവതരിപ്പിക്കുമോ? ഞാനോ? ആദില് മിമിക്രി ചെയ്യും. സ്ഥിരം ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു റേഡിയോയിൽ. സ്ഥിരം എല്ലാ ദിവസവും ഒരു ക്യാപ്സ്യൂൾ പോലെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ആ ക്യാരക്ടർ പപ്പു എന്നുള്ള ക്യാരക്ടർ. അപ്പൊ ആദിലായിരുന്നു ശബ്ദം കൊടുത്തിട്ട് നമ്മുടെ കുതിരവട്ടം പപ്പു ചേട്ടന്റെ ശബ്ദം. ഓക്കെ, അപ്പൊ ആ ക്യാരക്ടർ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താണ് അത് ചെയ്തിരുന്ന ആ ഒരു പ്രോഗ്രാം മാത്രം ചെറുതായിട്ട്? ഇല്ല, ഞങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്കി ലീക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്തിരുന്നു. അപ്പൊ അതിലത്തെ എനിക്ക് സത്യം 2 വർഷമായി ഒന്നും ഓർമ്മ വരുന്നില്ല. പപ്പു ചേട്ടന്റെ ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഒരൊറ്റ ലൈൻ പറയാം. എന്റെ വാപ്പ് കാണടാ കല 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 കൈയിട്ടടാ. അതിലെ ഞെട്ടിച്ച് സിംഹത്തിന്റെ മടയിൽ. ഇല്ല ഞാൻ തമാശ പറഞ്ഞല്ല. പപ്പോട്ടിനെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യും, പക്ഷെ ഇത്രയും ഗംഭീരാവൂല. ഞാൻ അതെ, ഇത് കറക്റ്റ്. എവിടെ സ്ഥലം ശരിക്കും? തിരൂർ, മലപ്പുറം. അപ്പൊ കോഴിക്കോട് 1 മണിക്കൂർ സ്ലാങ് എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഞാനിപ്പോ ഒരു നിങ്ങൾ RJ ആണെന്ന് സങ്കല്പിക്കാം. ഞങ്ങൾ സങ്കല്പിക്കണ്ട, ഞങ്ങൾ RJ ആണല്ലോ. ശരി, ഞാൻ ഒരു കോൾ ചെയ്യും. എനിക്കൊരു പാട്ട് വേണം. അപ്പൊ എന്തൊക്കെ വിശേഷമാണ് അവരോട് ചോദിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ തിരുവനന്തപുരത്ത് എനിക്കൊന്ന് പാറശാലയിലുള്ള ഒരാളാണ് കോൾ ചെയ്യുന്നെങ്കിൽ ഓക്കെ. അപ്പൊ ഞങ്ങൾക്ക് ഊഹിക്കാം. ഹലോ ഹലോ ഹലോ. പിന്നെ നിങ്ങളെ കൂടെ ഒരു പെണ്ണും കൂടെ ഉണ്ടായിരുന്നല്ല? ഹലോ, പറഞ്ഞോളൂ, ആരാണ്? നമസ്കാരം. പിന്നെ ചേട്ടാ, എനിക്കും കൂടെ ഒന്ന് സംസാരിക്കാനുള്ള അവസരം തരണോ? സുഖങ്ങളൊക്കെ തന്നെ? സുഖങ്ങളൊക്കെ തന്നെ ചേട്ടാ. എന്തൊക്കെ നിങ്ങളെ ഒരുമിച്ചാണ് ഈ പരിപാടിയൊക്കെ ചെയ്യണേ? ചേട്ടൻ എവിടെ വിളിക്കുന്നേ? ഞാനിവിടെ പാറശാല. ഞാൻ സാരഥക്കന്റെ സെൽവനാണ്. ഓക്കെ. പറയൂ ചേട്ടാ, എന്താണ് വിളിച്ചത്? എന്താണ് വിളിച്ചത്? പിന്നെ എനിക്കൊരു കാമുകയുണ്ട്, പാട്ട് വേണോന്ന്. സെൽവേട്ടാ, അപ്പോ കാമുകിയുടെ അടുത്ത് പ്രണയമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇതുവരെ അവളുടെ അടുത്ത് മാത്രമേ പറയാനുള്ളൂ. ബാക്കി എല്ലാവർക്കും അറിയാം. പിന്നെ അല്ല, അപ്പൊ ഇതിനു മുമ്പ് എത്ര കാമുകിമാരുടെ അടുത്ത് പ്രണയം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? പ്രണയം അങ്ങനെ ഒരുപാട് പറഞ്ഞു കൊടുത്തിട്ടില്ല. ശരിക്കും ഈ പെണ്ണിന് ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. കാമുകിയല്ലേ, അതിപ്പോ ഉത്സവത്തിന് അല്ലെങ്കിൽ പിന്നെ വല്ല സ്കൂൾ തുറക്കുന്ന ദിവസമൊക്കെ ഞാൻ പൈസയിലൊന്നും നോക്കൂല. ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. ഇപ്പൊ ഈ അടുത്ത സമയത്ത് കർച്ചീഫ് വാങ്ങിച്ചു കൊടുത്തു. കർച്ചീഫ് വാങ്ങി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഏതായാലും നമുക്ക് കുറച്ച് ആർഭാടമായിട്ടൊരു പാട്ട്. ഏത് പാട്ട്? നിർണായകത്തിലെ പാട്ട് കിട്ടോ? നിർണായകമാണ് അവസ്ഥ. നിർണായകത്തിലെ പാട്ട് പ്ലേ ചെയ്ത് തരാം ചേട്ടാ. ഇതാണ് RJ-മാര് ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെയായിരിക്കും. കാര്യം നമ്മളൊക്കെ ആരെങ്കിലും ഒക്കെ വിളിക്കും, അവരൊന്നും മുഖം കാണാൻ പറ്റൂലല്ലോ. ചില RJ-മാരെ കണ്ടാണ്ടല്ലോ ഞെട്ടി പേടിച്ച് വരച്ച് സൗണ്ട് കേൾക്കുമ്പോ നമ്മൾ അറിയാതെ സ്നേഹിച്ചു. ഇങ്ങനെ മാത്രല്ല, ഞങ്ങൾ ഇങ്ങനെ കൂടെ ചെയ്യും. ഇങ്ങനെ ഒരു കോൾ വരുമ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള എക്സ്പ്രഷൻ ഉണ്ട്. കൊല്ലടാ കൊല്ല, അതിന്റെ ശബ്ദം വെളിയിൽ പോയില്ല. അതുകൊണ്ട് നമുക്ക് അത്രയും ഞങ്ങൾ കാണിച്ചില്ല. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം RJ-മാർക്ക്. പറയൂ സാർ, നിർണായകത്തിന്റെ അടുത്ത വിശേഷങ്ങളും പറഞ്ഞിട്ട്. അതിപ്പോ നിർണായകം എന്ന സിനിമ നിങ്ങൾ എല്ലാവരും ഭാഗഭാക്കാവുന്ന ഒരു സിനിമയാണ്. ഒരു സാധാരണക്കാരൻ്റെ സിനിമയാണ്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും എടുത്തു കാട്ടുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പോവുക, സിനിമ കാണുക. ഒരു വോട്ട് ചെയ്യുന്ന ഇതിന് തുല്യമായിരിക്കും ഈ സിനിമ കാണുന്നത് എന്ന് ഞാൻ പറയുന്നു. ഗവൺമെന്റ് മെഷീനറി അന്ന് ആവുന്നതെല്ലാം ചെയ്തിരുന്നു യുവർ ലോർഡ്ഷിപ്പ്. I don't accept this. കൃത്യമായി പറയാൻ പറ്റില്ല. അതേക്കുറിച്ച് പരാതിയൊന്നും കിട്ടിയിരുന്നില്ല. അതെന്റെ ജോലിയല്ല, അതൊരു ഐസൊലേറ്റഡ് ഇൻസിഡന്റ് ആണ്. ഇറ്റ് വാസ് എ ഫിസിക്കലി ഇംപോസിബിൾ ടാസ്ക്. ഞാൻ പോലീസിന് വ്യക്തമായ നിർദ്ദേശം കൊടുത്തിരുന്നു. സിവിൽ പോലീസ് ഓഫീസർ സാബുനെ ആരെ പേടിച്ചിട്ടാണ് നിങ്ങൾ അന്ന് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യായിരുന്നത്? ഇതാണോ ജനാധിപത്യം? ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത, ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, അയാളുടെ അടുത്തേക്ക് ഞാനിപ്പോ പോകുന്നത്. നമ്മൾ തമ്മിൽ ഒരു സീക്രട്സും ഇല്ല എന്നാണ് ഞാൻ ഇന്ന് വരെ കരുതിയിരുന്നത്. How could you do this? ആർട്ടിക്കിൾ 21 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള ഒരു പൗരന്റെ അവകാശം. നമ്മുടെ ഭരണഘടനയിൽ ഇതിന് ധാരാളം അർത്ഥതലങ്ങളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ നിർണായകം തിയേറ്ററിൽ പോയി കാണുക. സാർ, ഞാൻ കണ്ടിട്ട് ഉറപ്പായിട്ടും സാറിനെ വിളിക്കും. ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റിലെ ചിരി കാഴ്ചകൾക്കിടയിൽ ചെറിയൊരു ബ്രേക്ക്.
നിന്നെ കണ്ട കടലലകൾ പോലെ മയിലായി മഴ കൊണ്ടതുപോലെ അകമേ ഇടയും ഞാൻ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അവള് പറയാ ചേട്ടൻ സൂപ്പർമാനാന്ന്. എനിക്കൊരു കൊച്ചുണ്ടാക്കി കഴിഞ്ഞപ്പോ അവള് പറയാ ഞാൻ വാച്ച്മാനാന്ന്. എന്താ അവള് നിന്നെ വിളിക്കുന്നത്? ഡോബർമാനാന്ന്. എന്നെ തല്ലേണ്ട മാമ ഞാൻ നന്നാവൂല നെഞ്ചിൽ തിരതല്ലും Daddy, my super daddy. His ID, CID, തരി പോലുമില്ല പേടി. വയൽ വരളുമ്പോൾ അളരി വളരി വയൽ വരളുമ്പോൾ അഴലി അഴലിയാ കണ്ണിനുള്ളിൽ നീ കൺമണി കാതിനുള്ളിൽ നീ തേൻമൊഴി Can't want you to the lobby come the truth hey the feeling that my love ഞങ്ങള് ചിരിക്കണ എന്താ എനിക്ക് കളിച്ചൂടെ? വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. വളരെ സന്തോഷം. ലൂണാർസ് കോമഡി സൂപ്പർ നൈറ്റിൽ നിങ്ങൾ രണ്ടുപേരും എത്തിയതിൽ വളരെ വളരെ സന്തോഷം. ഇങ്ങനെ ഒരു സ്റ്റേജ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങളും വളരെ സുരാജിൻ്റെ കൂടെ വർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ വീണ്ടും സ്റ്റേജ് ഷെയർ ചെയ്യുന്ന എപ്പോഴാണ്. ആൻഡ് സൂൺ ഐ തിങ്ക് വി വിൽ വർക്ക് ടുഗദർ. ശരി സാർ. മറക്കണ്ട സിനിമയിൽ ചാൻസിന്റെ കാര്യം. ഞാനും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഇന്നെ പുറത്തേടിക്കുന്നു. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഇന്നത്തെ ചിരിക്കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുക. വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറയുന്നു. ഗുഡ് നൈറ്റ്. ചേട്ടൻ എവിടെ പോവാ? അങ്ങോട്ട് എന്തിനാ പോകുന്നത്? ഇങ്ങോട്ടല്ലേ വരാൻ പറഞ്ഞേ? അശ്വതിയുടെ കൂടെ വന്നിട്ട് എനിക്ക് എന്ത് കിട്ടാൻ? BKP സാറിന്റെ അടുത്ത് പോയ അടുത്ത സിനിമയിൽ ഒരു ചാൻസ് എങ്കിലും കിട്ടും. ഗുഡ് നൈറ്റ്.